ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। नमो नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. ഇന്നത്തെ എൻ്റെ കർത്തവ്യം ശ്രീമദ് ഭഗവത്ഗീതയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുക എന്നുള്ളതാണ്. എല്ലാ ക്ലാസ്സുകളിലും എല്ലാവരും കേൾക്കുന്നതാണ് അല്ലേ, ഒരേ ശ്ലോകങ്ങൾ. എങ്കിലും ഗീതയുടെ മാഹാത്മ്യം എന്ന് പറയുമ്പോൾ അത് ഭഗവാന്റെ മാഹാത്മ്യമാണ്. ഭഗവാനും ഭഗവത്ഗീതയും ഭിന്നമല്ല. അപ്പോൾ ഭഗവാനെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ഒരിക്കലും ഭൗതികമല്ല. ഭൗതികമായ കാര്യങ്ങൾ നമ്മളിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ കേൾക്കുമ്പോൾ മടുപ്പുണ്ടോ തോന്നിപ്പിക്കും. എന്നാൽ ഭഗവാനെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ കേൾക്കും തോറും അതിന് രുചിയും മാധുര്യവും കൂടും. ശ്രീപാദ ശങ്കരാചാര്യർ രചിച്ചതും ശ്രീ ഏറ്റവും ഉയർന്ന വൈഷ്ണവനായ ശ്രീ മഹാദേവന്റെ തിരുമുഖത്തു നിന്നും വന്നിട്ടുള്ളതുമാണ് ഗീതാ മഹാത്മ്യ ശ്ലോകങ്ങൾ. ശ്രീ മഹാദേവൻ ഭഗവാന്റെ നിർദ്ദേശാനുസരണം വന്ന അവതാരമാണ് ശ്രീപാദ ശങ്കരാചാര്യർ. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ശ്ലോകം 7 ശ്ലോകങ്ങളാണുള്ളത്. ഗീതാശാസ്ത്രമിദം പുണ്യം യത്പഠേത് പ്രയതഃ പുമാൻ വിഷ്ണോഃ പദമാപ്നോതി ഭയശോകാദിവർജിതഃ. എന്താണ് ഈ ശ്ലോകം പറയുന്നതെന്ന് വെച്ചാൽ, ഭഗവത്ഗീത എന്ന മഹത്തായ ശാസ്ത്രത്തെ ആശ്രയിക്കുന്നത് മഹാപുണ്യമായിട്ടുള്ള പ്രവൃത്തിയാണ്. പുണ്യം എന്ന് പറയുമ്പോൾ ആധ്യാത്മിക പ്രവൃത്തി. പുണ്യം 2 വിധത്തിലുണ്ട്, ഭൗതിക പുണ്യവും ആധ്യാത്മിക പുണ്യവും. ഇതിൽ ഭൗതികമായി നമ്മൾ ആർജിക്കുന്ന പുണ്യങ്ങൾ നമ്മളെ സ്വർഗം മുതലായ ഉപരി ലോകങ്ങളിലേക്ക് എത്തിക്കും. അവിടെ വലിയ രീതിയിലുള്ള സ്വർഗീയ സുഖങ്ങൾ ആസ്വദിച്ച് അവിടെ കഴിഞ്ഞുകൂടേണ്ടി വരും. പിന്നെ ആ പുണ്യം തീരുമ്പോൾ ഭൂമിയിലേക്ക് വീണ്ടും തിരിച്ചു വരേണ്ടതായി. പിന്നെ നമ്മളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് പിന്നെയും ജന്മമെടുത്ത് ഇങ്ങനെ നമ്മൾ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ആത്മീയ പുണ്യം അത് നമ്മളെ ഭൗതിക ലോകങ്ങൾക്ക് അതീതമായിട്ടുള്ള ആത്മീയ ലോകത്തിലേക്ക് എത്തിക്കും. അപ്പോൾ ഭഗവത്ഗീത അധ്യയനം ചെയ്യുക എന്നത് ഒരു സാധാരണമായ ഭൗതിക പ്രക്രിയ അല്ല. അത് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ആത്മീയ പുണ്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. പഠേത് എന്ന് പറഞ്ഞാൽ പഠിക്കുക, പ്രയതേ എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള ശ്രമം, പുമാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. അപ്പോൾ ആരാണോ, ഏതൊരു വ്യക്തിയാണോ ഭഗവത്ഗീത വായിക്കാനും പഠിക്കാനും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നത്, അവർ മഹത്തായ ഒരു പുണ്യപ്രവൃത്തിയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമോ വിഷ്ണോഹ പദമാപ്നോതി, അവർക്ക് വിഷ്ണുപദം പ്രാപ്തമാകും. അതായത് അവർക്ക് ഭഗവാന്റെ വാസസ്ഥാനമായ ആധ്യാത്മിക ലോകത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. പിന്നെയോ ഭയശോകാദി വർജിത, അവർ ഭയം, ശോകം എന്നിവയിൽ നിന്നെല്ലാം മുക്തരാകും. അതായത് അവർ വിഷ്ണുപദത്തിൽ ആധ്യാത്മിക ലോകത്തിലെ ഭഗവാന്റെ വസതിയായ വൈകുണ്ഠത്തിൽ എത്തിച്ചേരുമ്പോൾ വൈകുണ്ഠത്തിൽ ഈ ഭയം, ശോകം, ഉത്കണ്ഠ ഇതൊന്നുമില്ല. കുണ്ഠ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ആശങ്കകളും കഷ്ടതകളും ഉത്കണ്ഠകളും ഒക്കെ. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമില്ലാത്ത സ്ഥലം. അപ്പോൾ ഭഗവത്ഗീത വായിക്കുന്നവർക്ക് എന്താ കിട്ടുന്ന 2 കാര്യം: ആത്മീയ പുണ്യം, വൈകുണ്ഠ പ്രാപ്തി. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഗീതാധ്യായന ശീലസ്യ പ്രാണായാമ പരസ്യ ജ നൈവ സന്ധിഹി പാപാനി പൂർവജന്മ കൃതാനി ജ. ഈ ശ്ലോകം എന്താണ് പറയുന്നത് നോക്കാം. ഗീതാധ്യായന ശീലസ്യ, അധ്യയനം എന്ന് പറഞ്ഞാൽ ചിട്ടയായ പഠനം. ഇവിടെ ചിട്ടയായി ആത്മാർത്ഥതയോടെ അർഹിക്കുന്ന ഗൗരവത്തോടെ പ്രതിബദ്ധതയോടെ ഗീതാധ്യയനം ചെയ്യുന്നവരെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് എന്ത് സംഭവിക്കും? അങ്ങനെയുള്ളവർ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരാക്കപ്പെടും. പാപം എന്ന് പറയുമ്പോൾ പാപപ്രവർത്തികൾ അഥവാ പാപകർമ്മങ്ങൾ, അല്ലെങ്കിൽ അതുകൂടാതെ അങ്ങനെയുള്ള കർമ്മങ്ങളുടെ പ്രതികരണങ്ങൾ, അതിന്റെ ഫലം എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഒരു വ്യക്തി
ഭഗവത്ഗീതയിൽ ആശ്രയിക്കുകയും ആത്മാർത്ഥതയോടെ, പ്രതിബദ്ധതയോടെ, ഗൗരവത്തോടെ ചിട്ടയായി അധ്യയനം ചെയ്യുകയും ചെയ്യുമ്പോൾ അയാളുടെ എല്ലാ പാപകർമ്മങ്ങളും അതിന്റെ പ്രതികരണങ്ങളും ഇല്ലാതെയാക്കപ്പെടുന്നു. ഇനി അത് മാത്രമല്ല, പാപകർമ്മങ്ങൾ ചെയ്യാനുള്ള അവരുടെ ആ ഒരു പ്രവണതയും ഇല്ലാതാകുന്നു. എന്തുകൊണ്ടാണ് ആളുകൾ പാപപ്രവൃത്തികൾ ചെയ്യുന്നത്? പാപമായിട്ടുള്ള ആഗ്രഹങ്ങൾ മൂലമാണ് പാപപ്രവൃത്തികൾ ചെയ്യുന്നത്. അപ്പൊ ഈ തെറ്റായ ആഗ്രഹങ്ങളാണ് ഒരാളെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള തെറ്റായ ആഗ്രഹങ്ങൾക്ക് അടിപ്പെട്ട് ചെയ്യുന്ന പാപകർമ്മങ്ങൾ പിന്നീട് പാപ ഫലങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകും. അത് പിന്നീടുള്ള കഷ്ടതകൾക്കും കാരണമാകും. അപ്പോൾ ഭഗവത്ഗീത പഠിക്കുകയും അതിന്റെ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്യുമ്പോൾ ഉള്ളിലെ പാപം ചെയ്യാൻ ഉള്ള കാരണമാകുന്ന തെറ്റായ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കപ്പെടും. അതുമാത്രമല്ല, നൈവ സന്ധിഹി പാപാനി പൂർവജന്മകൃതാനിച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവ്വജന്മങ്ങളിലെ പാപങ്ങൾ, അതായത് നമ്മൾ മുജ്ജന്മ പാപം എന്നൊക്കെ പറയാറില്ലേ, അവയും ഇല്ലാതെയാകും. അങ്ങനെ ആകുമ്പോൾ ആളുകൾ കൂടുതൽ കൂടുതൽ ഉൾക്കാഴ്ചയോടെ, കൂടുതൽ ഉത്ബുദ്ധരായി, ആത്മീയ ജ്ഞാനം കൊണ്ട് സുസജ്ജരായി ഭക്തിയോഗത്തിന്റെ പാതയിലേക്ക് നയിക്കപ്പെടും. അതാണ് ഭക്തിയോഗമാണ് ശ്രീമദ് ഭഗവത്ഗീതയുടെ സത്ത അല്ലെങ്കിൽ എസൻസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗീതാധ്യയനത്തിലൂടെ, ഹരിനാമ ജപത്തിലൂടെ, ഭഗവത് സേവനത്തിലൂടെ ഭക്തിയോഗത്തിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഗീതാ മാഹാത്മ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ, ഹരിബോൾ. നന്ദി. ഹരേ കൃഷ്ണ. താങ്ക് യു ഗൗരപ്രിയ മാതാജി, വളരെ നന്നായിട്ട് നമുക്ക് ഗീതാ മഹാത്മ്യം പറഞ്ഞു തന്നതിന്. അടുത്തതായിട്ട് ഹരിനാമ മഹാത്മ്യം പറയുന്നതിനായി ഞാൻ ഹിസ് ഗ്രേസ് പ്രേമമയ വ്രജേശ്വർ ദാസ് പ്രഭുവിനെ ക്ഷണിക്കുന്നു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എന്റെ പ്രണാമം. കൃഷ്ണ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ 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 ഹരേ ഹരി. എല്ലാവർക്കും കേൾക്കാവോ? കേൾക്കാലോ? എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ വിനീത പ്രണാമങ്ങൾ. എല്ലാവരും ഹരിനാമ മഹാത്മ്യം എന്നും കേൾക്കുന്നതാണ്. എന്നാലും എന്നിൽ അർപ്പിതമായ കർത്തവ്യം എന്ന നിലയിൽ ഞാൻ അതിനെക്കുറിച്ചൊരു 3 പോയിന്റുകൾ ചർച്ച ചെയ്യാന്ന് വിചാരിക്കുന്നു. ഒന്ന്, ഹരിനാമത്തിന്റെ ഉത്ഭവം ഭൗതിക ലോകത്തിൽ നിന്നല്ല, മറിച്ച് ഗോലോകത്തിൽ നിന്നാണ് ഈ ഹരിനാമം ഉത്ഭവിക്കുന്നത്. അത് ആചാര്യന്മാർ അതേ പരിശുദ്ധിയോടുകൂടി നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ ഗോലോകേര പ്രേമധന ഹരിനാമ സങ്കീർത്തനം എന്നാണ് പറയുന്നത്. ഒരിക്കലും ഒരു മഹാഭക്തനായ ഹരിദാസ് ഠാക്കൂർ, അദ്ദേഹം 3 ലക്ഷം നാമമാണ് ഒരു ദിവസം ജപിക്കുന്നത്. 3 ലക്ഷം തവണ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കും. അപ്പൊ അദ്ദേഹവും ഭക്തന്മാരുമായിട്ട് ചർച്ച ചെയ്തപ്പോ ഓരോ ഭക്തന്മാർ പറഞ്ഞു, ഹരിനാമം ജപിച്ചാൽ നമുക്ക് പാപങ്ങളില്ലാതാവും, പുനർജന്മം ഉണ്ടാവില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആത്യന്തികമായ ഫലം ഇവയൊക്കെ കിട്ടുമെങ്കിലും ആത്യന്തിക ഫലം കൃഷ്ണപ്രേമം നമുക്ക് ലഭിക്കും. അപരാധരഹിതമായി തിരുനാമം ജപിച്ചാൽ കൃഷ്ണപ്രേമം എന്ന മഹാധനം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഹരിനാമ സങ്കീർത്തനത്തിന്റെ പരമമായ ഫലം. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് വൃന്ദാവനത്തിൽ സനാതന ഗോസ്വാമി എന്ന് പറയുന്ന ഒരു മഹാഭക്തൻ ഉണ്ടായിരുന്നു. അവിടെ തന്നെ വസിച്ചിരുന്ന ഒരു ദരിദ്രനായ ഒരു ബ്രാഹ്മണൻ മഹാദേവന്റെ വലിയൊരു ഭക്തനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ സംപ്രീതനായിട്ട് മഹാദേവൻ പറഞ്ഞു, വൃന്ദാവനത്തിൽ ഇങ്ങനെ സനാതന ഗോസ്വാമി ഒരു കുടിലില് താമസിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞാൽ എല്ലാ പരിഹാരം കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഭക്തൻ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് സനാതന ഗോസ്വാമിയോട് തന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോൾ, അങ്ങയുടെ കയ്യില് എന്തോ ഒരു വിശിഷ്ട വസ്തു ഉണ്ട് എന്ന് കേട്ടു എന്ന് പറഞ്ഞു. ഉണ്ട്, അത് നീ എടുത്തോളൂ എന്ന് പറഞ്ഞു. ഒരു ചിന്താമണി കല്ല്, ആ കല്ല് നീ എടുത്തോളൂ. അപ്പൊ ആ ചിന്താമണി കല്ലുകൊണ്ട് ഇരുമ്പിനെ തൊട്ടാൽ പോലും സ്വർണ്ണമാകും. അപ്പൊ പറ, അത് എവിടെയാ, ഞാൻ എടുത്തോളാം. എന്നാൽ അവിടെ ഒരു വൈക്കോൽ കൂനയുണ്ട്, ഒരു ചപ്പു ചവറുകളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നുണ്ട്, അവിടെ ചെന്ന് എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ചപ്പു ചവറുകളൊക്കെ ഇദ്ദേഹം മാറ്റി നോക്കി, ഈ ചിന്താമണി കല്ല് എടുക്കേണ്ടായി. അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം പോന്നു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ചിന്തിച്ചു, ഈ കല്ല് ഇത്ര വിശിഷ്ടമായ ഈ ഒരു സ്വർണം നമുക്ക് ധാരാളം ധനം ലഭിക്കുന്ന ഈ ഒരു കല്ല് എങ്ങനെയാണ് ഈ ചപ്പു ചവറുകളിൽ സൂക്ഷിച്ചു വരിക്കുന്നത്? ഇദ്ദേഹം വളരെ സന്തുഷ്ടനായിട്ട് വളരെ
സന്തുഷ്ടനായി ഇവിടെ നിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതിനേക്കാളും വലുത് എന്തോ ഈ ഗോസ്വാമിയുടെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം ധരിച്ചു. അപ്പൊ അദ്ദേഹം നേരിട്ട് ചോദിച്ചു, അല്ലേ ഗോസ്വാമി, അങ്ങയുടെ കയ്യിൽ ഇതിനേക്കാളും പ്രീഷ്യസ് ആയിട്ട് മറ്റെന്തെങ്കിലും ഉണ്ടോ? അത് ഉണ്ടെങ്കിൽ അത് എനിക്ക് തരാമോ, ഇതിനേക്കാളും വലുത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതിനേക്കാളും കോടിക്കണക്കിന് വില മതിക്കുന്ന മൂല്യമുള്ള ഒന്നുണ്ട്. അത് നിനക്ക് ലഭിക്കണമെങ്കിൽ ഈ ചിന്താമണി കല്ല് നീ എന്ത് ചെയ്യണം? നീ ഇത് യമുനാ നദിയിൽ എറിഞ്ഞിട്ട് വരണം. അങ്ങനെ നമ്മുടെ സർവമായ ഭൗതിക ആശകളും കളയണം. അപ്പൊ അങ്ങനെ യമുനാ നദിയിൽ എറിയുകയും തിരിച്ചു വരികയും അദ്ദേഹത്തിന് ഹരിനാമ സങ്കീർത്തനം, ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ് നൽകിയത്. ഇതാണ് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സ്വർണത്തെക്കാളും മൂല്യവത്തായിട്ടുള്ളത്. കൃഷ്ണപ്രേമം എന്ന ധനമാണെന്ന് സനാതന ഗോസ്വാമി ആ മഹാഭക്തനോട് പറയുകയും അദ്ദേഹം ഹരിനാമ സ്വീകരിക്കുകയും ചെയ്തു. അതാണ് ഒരു ഹരിനാമ മഹാത്മ്യത്തെ കുറിച്ചുള്ള ഒരു കാര്യം. രണ്ടാമതുള്ളത്, ഈ വൈദ്യന്മാര് നമുക്ക് ഒരു മരുന്ന്, നമ്മുടെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുകയും അതിനുള്ള മരുന്ന് നൽകുകയും ചെയ്യുമ്പോൾ, ഇന്ന് രോഗം കണ്ടുപിടിക്കാൻ നമുക്ക് രോഗം കണ്ടുപിടിച്ചാലാണ് മരുന്ന് ഫലവത്താവുള്ളൂ. അതുകൊണ്ടാണ് MRI സ്കാൻ, CT സ്കാൻ, അങ്ങനെ എല്ലാ വിധത്തിലുള്ള സ്കാനിങ് മെഷീൻസും ഒക്കെ ആന്തരികമായ നമ്മുടെ രോഗം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. അപ്പൊ ഈ കലിയുഗത്തിലെ രോഗം എന്താണെന്ന് ആചാര്യന്മാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കലിയുഗത്തിലെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പശുവെന്ന് വളരെ വിശദമായി ഭാഗവതത്തിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ചുരുക്കി ഭാഗവതത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ശ്ലോകമാണ് കലേർ ദോഷനിധേ രാജൻ അസ്തി ഗുണ ഏകോ മഹാഗുണ, അല്ലെ? ഒരേ ഒരു മഹാഗുണം മാത്രമേ ഉള്ളൂ, കീർത്തനാദേവ കൃഷ്ണന്റെ തിരുനാമം മാത്രമാണ് നമുക്ക് ഈ കലിയുഗത്തിലെ ദോഷങ്ങൾ നിറഞ്ഞ കലിയുഗത്തിലെ ഏക മരുന്ന്. അപ്പൊ രോഗം കണ്ടെത്തിയ ആചാര്യന്മാരെ വിധിച്ച മരുന്നാണ് കൃഷ്ണന്റെ തിരുനാമ ജപം. അപ്പൊ ആ തിരുനാമ ജപം നമ്മളെ ഈ യുഗത്തിന്റെ പ്രതിസന്ധികളിൽ നിന്ന് മറികടക്കാൻ സഹായിക്കുന്നു. മൂന്നാമതായിട്ട് പറയാനുള്ളത്, നേരത്തെ മാതാജി പറഞ്ഞ വഴി മഹാദേവന്റെ ഭക്തൻ ശങ്കരാചാര്യർ എഴുതിയതാണ് ഗീതാ മഹാത്മ്യം. അപ്പൊ കാശിയിലെ മഹാദേവന്റെ ഒരു പ്രത്യേകത എന്താണ്? കാശിയിലെ എന്റെ വീടിന്റെ അടുത്ത് നിന്ന് തന്നെ ഒരാൾ റിസർച്ച് ചെയ്യാൻ വാരാണസിയിൽ പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, എന്താണ് ഈ കാശിയിൽ രാമനാമത്തിന് ഇത്ര പ്രാധാന്യം? അവിടെ ശിവനല്ലേ ഏറ്റവും മഹത്തായിട്ട് ഇരിക്കുന്നത്? അപ്പൊ നമുക്കറിയാം, കാശിയിൽ വെച്ച് ജീവത്യാഗം ചെയ്താൽ, ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുണ്യം എന്താന്ന് വെച്ചാൽ മഹാദേവൻ തന്നെയാണ് ചെവിട്ടിൽ വന്ന് രാമനാമം ചൊല്ലുന്നത്. അങ്ങനെ രാമപാദം എത്തിച്ചേരാൻ കഴിയുന്നത് ഉത്തമനായ വൈഷ്ണവനാം യഥാ ശംഭു എന്ന് പറയുന്ന പോലെ ഉത്തമനായ ഭക്തനായ മഹാദേവൻ തന്നെ നേരിട്ട് ചെവിട്ടിൽ പറയുന്നതുകൊണ്ട് ആ ജീവാത്മാവ് തിരിച്ച് ഭഗവാന്റെ സാമ്രാജ്യത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഭഗവാൻ നമുക്ക് 8ാമത്തെ അധ്യായത്തിൽ അന്ധകാലേച്ച് മാം ഏവ സ്മരൺ മുക്ത കളയവരം, അന്ത്യകാലത്ത് നമ്മുടെ ദേഹത്യാഗം ചെയ്യുമ്പോൾ എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ദേഹത്യാഗം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്താൻ കഴിയുമെന്ന് പറയുന്നു. അപ്പൊ ഈ 3 കാര്യങ്ങളാണ്. അപ്പൊ ഭഗവാനെ നമുക്ക് ജീവിതകാലം മുഴുവനും ജീവത്യാഗം ചെയ്യുമ്പോഴും ഹരിനാമ മഹാത്മ്യം, നമ്മുടെ ഹരിനാമം നമ്മുടെ ഒപ്പം വേണം എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവർക്കും എന്റെ വിനീത പ്രണാമം സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ വാക്കുകളിലൂടെ ഉപസംഹരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രേമമായ പ്രഭു, നമുക്ക് കുറെ കഥകളിലൂടെ നാമമാഹാത്മ്യം പറഞ്ഞു തന്നതിന്. അടുത്തതായിട്ട് നമ്മളുടെ ഭഗവത്ഗീത ക്ലാസ് ഇന്ന് 12ാം അധ്യായം ആണ്, 12.1 തൊട്ട് 20 വരെ. അതിനായിട്ട് ഇന്ന് നമ്മളുടെ ഒപ്പം രാജേഷ് പ്രഭുവാണ് നമുക്കിന്ന് ക്ലാസ് എടുക്കുന്നുണ്ടാവുക. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നോർത്ത് പറവൂർ സ്വദേശിയാണ്. മിഡിൽ ഈസ്റ്റ് രാജ്യമായ ഖത്തറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 2016-ൽ ഇസ്കോണുമായിട്ട് ചേർന്ന് കുടുംബസമേതം കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ തുടക്കം കുറിച്ചു. പിന്നീട് നാട്ടിലേക്ക് താമസം മാറിയപ്പോൾ കൊച്ചി ഇസ്കോണുമായി സാന്നിധ്യം ആയി. അദ്ദേഹം ഹിസ് ഹോളിനസ് ജയപതാക സ്വാമി ഗുരു മഹാരാജിൽ നിന്നും ഗുരുവാശ്രയം സ്വീകരിച്ചു. ഇപ്പോൾ ഹരിനാമ ദീക്ഷ സ്വീകരിക്കുവാൻ തയ്യാറെടുത്തുകൊള്ളുന്നു. നോർത്ത് പറവൂരിൽ 2 സ്ഥലത്ത് ഭഗവത്ഗീത പഠനം ഉൾപ്പെട്ട സത്സംഗം നടത്തുന്നുണ്ട്. സോ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിനായി രാജേഷ് പ്രഭുവിനെ ക്ഷണിക്കുന്നു. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. എല്ലാവരും ഗീതാ മഹാത്മ്യം അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി. അതുപോലെ തന്നെ നാമ മഹാത്മ്യത്തിന്റെയും ഇമ്പോർട്ടൻസ് നമ്മൾ അറിഞ്ഞു. ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് കടക്കാം. ചെറിയൊരു പ്രാർത്ഥന. ഹരേ കൃഷ്ണ. നമാവും വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ പുത്രേ ശ്രീമതേ
ഭക്തിവേദാന്ത സ്വാമി നിത്യനാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരനെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശത്താർ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പഞ്ചാകൽപതരൂപശ്ച കൃപാസി. ഹരേ കൃഷ്ണ. രാജേഷ് പ്രഭു കട്ടായിന്ന് തോന്നണു, ജോയിൻ ചെയ്യുന്നുണ്ടാവും. അവിടെ നെറ്റ് കട്ടായതാണ്, അദ്ദേഹം ജോയിൻ ചെയ്യുന്നുണ്ട്. ഹരേ കൃഷ്ണ. കേൾക്കാമോ മാതാജി? കേൾക്കാം കേൾക്കാം. ഹരേ കൃഷ്ണ. സോറി, പെട്ടെന്നൊരു നെറ്റ്വർക്ക് പ്രശ്നം വന്നു. മായാദേവി സാന്നിധ്യം അറിയിച്ചാന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. ഭക്തിയോഗ തുടങ്ങുന്നതിന് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഗീതാ മഹാത്മ്യം. ഇപ്പൊ നമ്മള് ഗൗരപ്രിയ മാതാജി പറഞ്ഞു ഭഗവാനെ പറ്റി എത്ര കേട്ടാലും അതിന് മാധുര്യമാണ്, മടുപ്പ് വരില്ല എന്നുള്ള കാര്യം മാതാജി എടുത്തു പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാതാജി പറഞ്ഞു നിർത്തിയത് ജപിച്ചും പ്രാർത്ഥിച്ചും ഭക്തി സേവനമൊക്കെ ചെയ്ത് ഭക്തിയോഗത്തിൽ എത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇന്ന് നമുക്ക് ഭക്തിയോഗം തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ തന്നെ കടന്നു പോകാം. അതുപോലെ തന്നെ ഹരിനാമ മഹാത്മ്യത്തില് പ്രമേയ പ്രഭു പറയുകയുണ്ടായി, ഇത് ഗോലോകത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അതുപോലെ തന്നെ അതിന്റെ ഒരു എത്രത്തോളം അതിന്റെ ശക്തി പ്രഭു പറയും അല്ലെ, അപരാധമില്ലാതെ നാമം ജപിച്ചാൽ കൃഷ്ണപ്രേമം ലഭിക്കും. അപ്പൊ നമ്മളെല്ലാം ശ്രമിക്കുന്നത് ആ കൃഷ്ണപ്രേമം ലഭിക്കാനാണ്. അപ്പൊ അതിനെ കുറിച്ചും നമ്മൾ മഹാത്മ്യത്തിൽ കേട്ടു. ഇനി നമ്മൾക്ക് 12ാം അധ്യായത്തിലേക്ക് പോവാം, ഭക്തിയോഗം. അപ്പൊ ഭഗവത്ഗീതയിൽ നമുക്കറിയാം 18 അധ്യായങ്ങളുണ്ട്. ആ 18 അധ്യായത്തിൽ ആദ്യത്തെ 1 മുതൽ 6 വരെ അധ്യായങ്ങൾ കർമ്മയോഗം, 7 മുതൽ 12 വരെ അധ്യായങ്ങൾ ഭക്തിയോഗവും ഏറ്റവും പ്രധാനപ്പെട്ടതും, പിന്നെ അതുപോലെ തന്നെ 13, 18 ജ്ഞാനയോഗവുമാണ്. നമുക്കറിയാം. അതിൽ 6ാം അധ്യായത്തില്, അതായത് ആദ്യത്തെ സെറ്റ് കർമ്മയോഗത്തിന്റെ ഭക്തിയോഗം സെറ്റ് തുടങ്ങുന്ന 7, 12 ആണ്.
അപ്പൊ അതിൽ നമ്മൾ ആ സെറ്റിന്റെ രണ്ടാമത്തെ ഭക്തിയോഗം എന്ന് പറയുന്ന ആ 6 അധ്യായങ്ങളിലെ അവസാനത്തെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. എന്നാൽ കർമ്മയോഗത്തിലെ 6 അധ്യായങ്ങളിൽ 6ാമത്തെ അധ്യായത്തിന്റെ അവസാന ശ്ലോകത്തില്, അതായത് 47ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോമാം സമേ യുക്ത തമോമതഃ. അതായത് പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവ്വം എന്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ് എല്ലാ യോഗികളിലും മറ്റ് അത്യുത്തമ യോഗിയും എന്നോട് ദൃഢതമമായി യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവനും എന്നാണ് ഭഗവാൻ അഭിപ്രായം. ഇതാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. ഇവിടെ കൃഷ്ണൻ സമർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, എന്റെ ഭക്തർ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നു, ഭക്തിയാണ് അല്ലെങ്കിൽ ഭക്തിയുക്ത സേവനമാണ് ഏറ്റവും ഉത്തമമായ പ്രക്രിയ. ഇത് ആ ശ്ലോകത്തിൽ ഭഗവാൻ പ്രൂവ് ചെയ്യും. അതിനുശേഷം നമ്മൾ 7 മുതൽ ഇങ്ങോട്ട് 11ാം അധ്യായം വരെ നമ്മൾ ഭക്തിയുക്ത സേവനത്തിനെ സംബന്ധിക്കുന്ന ശ്ലോകങ്ങളാണ് നമ്മൾ കണ്ടത്. അങ്ങനെ 11ാം അധ്യായത്തിലെത്തിയപ്പോൾ നമ്മൾ കൃഷ്ണൻ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് എങ്ങനെയെന്ന് അർജുനൻ കേൾക്കുകയും ആ സർവ്വവ്യാപിയായ ഭഗവത് രൂപം കാണാനുള്ള ആഗ്രഹം അർജുനൻ കാണിക്കുകയും ചെയ്തു, പ്രകടിപ്പിക്കുകയും ചെയ്തു. ഭഗവത് അനുഗ്രഹത്താൽ ദിവ്യ ചക്ഷുസ് ഭഗവാൻ അർജുനന് കൊടുക്കുകയും അർജുനൻ അങ്ങനെ വിശ്വരൂപം ദർശിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അർജുനൻ അത് കണ്ട് ആശ്ചര്യപ്പെടുന്നു. അർജുന ആ രൂപം വർണ്ണിക്കുന്നു. അങ്ങനെ നമ്മൾക്കും ആ രൂപത്തിനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നു ആ വർണ്ണനകളിലൂടെ. സർവസംഹാരിയായ കാലരൂപം കണ്ടപ്പോൾ അർജുനൻ ഭയപ്പെടുന്നു, അല്ലെ? പിന്നെ ഭഗവാനെ സ്തുതിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. ഞാനിങ്ങനെ സുഹൃത്ത് എന്നുള്ള രീതിയിൽ ഇത്രയും വളരെ ഇങ്ങനെയൊക്കെ ഇതൊന്നും അറിയാതെ ഞാൻ ഇടപെട്ടു, ആ സംസാര രീതികളൊക്കെ അങ്ങനെയായിരുന്നു, അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ ഭഗവാനോട് അഭ്യർത്ഥിക്കുമ്പോൾ ഭഗവാൻ ചതുർഭുജ രൂപം കാണിക്കുന്നു. അതിനുശേഷം തന്റെ യഥാർത്ഥമായ ദ്വിഭുജ രൂപം ഇരുകൈയുള്ള രൂപവും കാണിച്ച് അർജുനനെ കാണിച്ചു. അപ്പൊ ഒരുപാട് വർണ്ണനകൾ നടത്തപ്പെട്ട ആ വിശ്വരൂപമാണ് ഭഗവാന്റെ ടോപ്പ് മോസ്റ്റ് രൂപം എന്ന് ആരും തെറ്റിദ്ധരിക്കാൻ ഇടവരരുത് എന്ന് അർജുനന്റെ ഒരു ചിന്ത വന്നു. കാരണം അത്രയും വർണ്ണന വരുമ്പോൾ ഇനി അതാണോ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്, അതാണോ എന്നൊരു ചിന്ത വരാം. പക്ഷെ ഭക്തിയാണ് അല്ലെങ്കിൽ ഭക്തിയുത സേവനമാണ് ഏറ്റവും അത്യുത്തമം, അല്ലെങ്കിൽ ഭക്തി യോഗയാണ് ഈ ഇതിനേക്കാളും ജ്ഞാനയോഗത്തിനേക്കാളെല്ലാം മുകളിൽ അത്യുത്തമെന്ന് അത് സ്ഥാപിക്കാൻ അർജുനൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു അർജുനൻ? എപ്രകാരമാണോ ഈ ഭക്തിയോഗ ഭാഗം 7ാമത്തെ അധ്യായത്തിൽ തുടങ്ങിയത്, അതുപോലെ തന്നെ ഭക്തിയോഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഈ ഭക്തിയോഗം അവസാനിക്കണം. അല്ലാതെ അത് വിശ്വരൂപത്തിന് പ്രാധാന്യമായിക്കൊണ്ടല്ല എന്ന് അർജുനൻ വിചാരിച്ചിട്ട് അർജുനൻ ഒരു ചോദ്യം ഭഗവാനോട് ചോദിക്കുകയാണ്. ആ ചോദ്യമാണ് 12ാം അധ്യായത്തിൽ നമ്മുടെ ആദ്യത്തെ ശ്ലോകം. അപ്പൊ 20 ശ്ലോകങ്ങളിൽ ആദ്യത്തെ ശ്ലോകം അർജുനന്റെ ചോദ്യമാണ്. അർജുനൻ ചോദിക്കുന്നത് ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഭഗവാൻ ബാക്കിയുള്ള 19 ശ്ലോകത്തിലൂടെയും പറയുന്നത്. അതിനാണ് മൊത്തം 20 ശ്ലോകം. അപ്പോ നമുക്ക് ആ ശ്ലോകത്തിലേക്ക് നോക്കാം. അപ്പോ ഇതിന് ഈ അധ്യായത്തിന് 3 ഭാഗമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താണ് പഠിക്കുന്നത്. 1 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങൾ അവ്യക്തിഗത വാദത്തെക്കാൾ ഉയർന്നതാണ് ഭക്തി എന്ന് ഭഗവാന്റെ മറുപടി ചോദ്യം പറയാൻ പോകുന്നു. അതുപോലെ തന്നെ ഭക്തിയുടെ വളർച്ചയുടെ പടികളാണ് പിന്നെയുള്ള ഭാഗം വരുന്നത്. 8 - 12 വരെയാണ്. പിന്നെ 13 - 20 വരെയുള്ള ശ്ലോകങ്ങളിൽ ഒരുവനെ കൃഷ്ണനെ പ്രിയപ്പെട്ടവനാക്കുന്ന ഗുണങ്ങൾ എന്താണെന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ 3 ഭാഗത്തിലൂടെ പോകുന്നത്. അപ്പൊ ശ്ലോകം 1ലേക്ക് പോകാം. ശ്ലോകം 1. അർജുന ഉവാച ഏവം സതതയുക്തായേ ഭക്ത്യാസ്ത്വാം പര്യുപാസതേ യേ ചാപ്യക്ഷരം അവ്യക്തം തേഷാം കേ യോഗവിത്തമാഃ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. അർജുനൻ ചോദിച്ചു, എല്ലാ സമയവും അങ്ങയുടെ ഭക്തി സേവനത്തിൽ തന്നെ ഉചിതമായി ഏർപ്പെട്ടു പോരുന്നവരോ അതോ പ്രത്യക്ഷമല്ലാത്ത അവ്യക്തിഗത ബ്രഹ്മത്തെ ഉപാസിക്കുന്നവരോ ആരാണ് കൂടുതൽ പൂർണ്ണതയുള്ളവർ? അപ്പൊ വിശ്വരൂപ കണ്ടതിന് ശേഷം അർജുനൻ ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മള് ഭഗവാനെ നേരിട്ട് മനസ്സിലാക്കി രൂപത്തിൽ മനസ്സിലാക്കുന്ന ഭക്തന്മാർ, അങ്ങനെ ഭക്തിയുതം സേവനം ചെയ്യുന്ന ഭക്തന്മാരാണോ അതോ ഭഗവാന്റെ രൂപത്തിൽ വിശ്വസിക്കാതെ ഭഗവാന്റെ ആ ശക്തിയിലും ആ അവ്യക്തിഗതയിലും വിശ്വസിക്കുന്നവരാണോ? ഇതിലാരാണ് ഏറ്റവും പൂർണ്ണത കൂടിയവര് അല്ലെങ്കിൽ ഏറ്റവും ഉയർന്നവർ? ഇതിൽ ആരാണ് ഒരു ചോദ്യം. ഇതൊരു ന്യായമായ ചോദ്യമാണ്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ അർജുനൻ അവിടെ ഈ 2 തരത്തിലുള്ള വ്യക്തികളുണ്ട്, സമൂഹത്തിലുണ്ട് എന്നുള്ളതിന് നമുക്കൊരു തെളിവ്, ഒരു ഉറപ്പ് കൂടിയാണ് അങ്ങനെ നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോ ഇവിടെ തന്റെ വ്യക്തിഗത സേവനത്തിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ് ഏറ്റവും ഉന്നതലത്തിൽ സ്ഥിതി ചെയ്യുന്നതെന്ന് കൃഷ്ണൻ ഉടനടി മറുപടി നൽകുകയാണ്.
ഞാൻ ജസ്റ്റ് ഒരു ഇതായിട്ട് പറയാണ്. അവ്യക്ത ഭാവത്തെ ആരാധിക്കുന്നവർ ഉത്തമരല്ല എന്ന് മാത്രമല്ല, കൃഷ്ണനെ ആരാധിക്കുന്നവരെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കും. ഭക്തിയുടെ പാത വളരെ കൂടുതൽ സരളമാണ്. കൃഷ്ണൻ തന്റെ ഭക്തനെ ഭൗതിക ജീവിതത്തിൽ നിന്ന് മുക്തനാക്കുന്നു. ഇതാണ് നമ്മൾ ഈ ഫസ്റ്റ് ഭാഗം അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തിന്റെ സമ്മറി ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഒന്നാമത്തെ ശ്ലോകത്തിലെ ചോദ്യത്തോട് കൂടിയിട്ട് ഭഗവാൻ 2 തുടങ്ങി ഉത്തരം പറയാം. അപ്പൊ രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ശ്രീ ഭഗവാൻ ഉവാച മയ്യാവേശ്യ മനോ യേ മാം നിത്യയുക്ത ഉപാസത്തെ ശ്രദ്ധയാ പരയോപേതാസ് തേ മേ യുക്തതമാമതഃ. വിവർത്തനം വൈഷ്ണവ. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, എന്റെ വ്യക്തി രൂപത്തിൽ തന്നെ മനസ്സുറപ്പിച്ച് അതീന്ദ്രിയമായ ദൃഢവിശ്വാസത്തോടെ എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നവനാണ് ഏറ്റവും പരിപൂർണയുള്ളവനെന്ന് ഞാൻ കരുതുന്നു. കണ്ടോ, ഭഗവാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അപ്പോ വ്യക്തിരൂപത്തിൽ, എന്റെ വ്യക്തിരൂപത്തിൽ ഇപ്പൊ കൃഷ്ണൻ, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണനെ ആ വ്യക്തിരൂപത്തിൽ കണ്ട് അറിഞ്ഞ് ആരാധിക്കുന്നവർ തന്നെയാണ് ഏറ്റവും ഉത്തമരെന്ന് ഭഗവാൻ പറയുകയാണ് ഇവിടെ. അപ്പോ അർജുനന്റെ ചോദ്യത്തിന് വ്യക്തമായി ഉത്തരം ഭഗവാൻ തരുന്നുണ്ട്. കൃഷ്ണാവബോധം ഉറച്ച ഒരാൾക്ക് ഭൗതിക പ്രവർത്തനങ്ങളില്ല. അയാൾ ചെയ്യുന്നത് എന്തും, ഇപ്പൊ അയാൾ ജോലി ചെയ്യുന്നു, മാർക്കറ്റിൽ പോകുന്നു, സാധനങ്ങൾ വാങ്ങിക്കുന്നു, പാചകം ചെയ്യുന്നു, പാത്രം കഴുകുന്നു, നിവേദ്യം അർപ്പിക്കുന്നു, എന്തും ചെയ്യുന്നു, അതെല്ലാം കൃഷ്ണന് വേണ്ടിയാണ് എന്നുള്ള രീതിയിലാണ് ഒരു ഭക്തൻ ചെയ്യുന്നത്, കൃഷ്ണാബോധത്തിലുള്ള ഒരു ഭക്തൻ ചെയ്യുന്നത്. അപ്പോ കൃഷ്ണനെ അർപ്പിക്കാത്ത കർമ്മങ്ങളിൽ ഏർപ്പെട്ടിട്ട് അയാൾ ഒരു നിമിഷം പോലും പാഴാക്കുന്നില്ല. അതാണ് ഇവിടെ ഒരു കൃഷ്ണാബോധത്തിലുള്ള ഭക്തൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ശ്ലോകം 3. ഏതു അക്ഷരം അനിർദ്ദേശം അവ്യക്തം പര്യുപാസത്തെ സർവത്ര ഗമാചിന്യം ച ഉടസ്തമചലം ധ്രുവം. ശ്ലോകം 4 ഒരുമിച്ചാണ്. സംയമേന്ദ്രിയ ഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേ രതാഃ. വിവർത്തനം വൈഷ്ണവ. എന്നാൽ ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ച് എല്ലാവരിലും സമഭാവനയോടെ സർവജീവികളുടെയും നന്മയിൽ തൽപരരായിക്കൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തതും അവ്യക്തവും സർവവ്യാപ്തവും അചിന്ത്യവും സ്ഥിരവും മാറ്റമില്ലാത്തതും ഉറച്ചതുമായതിനെ നിരപേക്ഷ തത്വത്തിന്റെ വ്യക്തിശൂന്യ സങ്കല്പത്തെ പൂർണ്ണമായി ഉപാസിക്കുന്നവരും ഒടുവിൽ എന്നെ തന്നെ പ്രാപിക്കുന്നു. അപ്പൊ 2 കൂട്ടരെ കുറിച്ചാണ് അർജുനൻ ചോദിച്ചത് അല്ലെ. ഭഗവാനോട് ചോദിച്ചു, ഒന്ന് ഭഗവാനെ രൂപത്തിൽ ആരാധിക്കുന്നവർ, ഒന്ന് അവ്യക്തിഗതമായി ആരാധിക്കും. അപ്പൊ ഭഗവാൻ ആദ്യം പറഞ്ഞു അതിൽ സംശയമൊന്നും വേണ്ട, ഉടൻ മറുപടി പറഞ്ഞു. രണ്ടാമത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു, ഒരു സംശയം വേണ്ട, എന്റെ രൂപത്തിൽ എന്നെ ആത്മാർത്ഥമായിട്ട് ആരാധിക്കുന്നവര് തന്നെയാണ് ഏറ്റവും ഉന്നതര്. അതിൽ യാതൊരു മാറ്റവും, നമുക്കത് മനസ്സിൽ ഉറപ്പിക്കാം. ഭഗവാൻ പറഞ്ഞു. പിന്നെ ഭഗവാൻ പറയുന്നത്, ഇനിയിപ്പോ എന്റെ അവ്യക്തിഗത രൂപത്തിൽ, രൂപമില്ലാത്ത രീതിയിൽ എന്നെ ഇപ്പൊ ബ്രഹ്മമായിട്ടൊക്കെ ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ സമയമെടുക്കും, കുറച്ച് സമയമെടുത്ത് കറങ്ങി അവരെന്ത് ചെയ്യും, അവരും എന്റെ അടുത്ത് തന്നെ. അതാണ് നമ്മൾ 7:19 നമ്മൾ കണ്ടിരുന്നു. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യന്തേ വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. അനേകം ജന്മങ്ങൾക്ക് ശേഷം ജ്ഞാനി സർവവും വാസുദേവൻ തന്നെയാണെന്ന് അറിഞ്ഞ് എന്നെ ആശ്രയിക്കുന്നു എന്ന് കൃഷ്ണൻ പറയാം. അപ്പൊ കുറച്ച് സമയം എടുക്കുന്നു മാത്രം. ഇവിടെ നമുക്ക് ആചാര്യന്മാരും പ്രഭുപാദനും നമ്മുടെ ചൈതന്യ മഹാപ്രഭു എല്ലാം നമുക്ക് എളുപ്പത്തിൽ ഭക്തി സേവനത്തിനുള്ള മാർഗങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സനാതന ഗോസ്വാമി, രൂപഗോസ്വാമി പോലുള്ള ഏറ്റവും ഉന്നത ഭക്തന്മാരെല്ലാവരും, ഇവരുടെ ശിഷ്യന്മാരായിട്ടുള്ള ഭക്തന്മാരെല്ലാം നമുക്ക് ഇത്തരം മാർഗങ്ങൾ എളുപ്പത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ എളുപ്പമാർഗം കയ്യിലുണ്ട്. ഇനി അതല്ല വ്യക്തിഗത രൂപത്തിലാണ് പോകുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതൊരു തെറ്റല്ലാതെ. പക്ഷെ കറങ്ങി എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, പക്ഷെ അവിടെയൊന്നും പൂർണ്ണമായിട്ട് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ ഒരു കുറവുണ്ട് അവിടെ. പക്ഷെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ പിൽക്കാലത്ത് ബഹുനാം ജന്മനാമത്തെ കുറേ ജന്മജന്മാന്തരങ്ങൾ കഴിയുമ്പോൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി ഈ പാതയെ തന്നെ വീണ്ടും ഇവിടെ തന്നെ വരും. അപ്പൊ നേരത്തെ ഈ പാതയിലേക്ക് പോയാൽ ആ സമയം നമുക്ക് ലാഭിക്കാം. അതാണ് ഭഗവാനോട് പറയുന്നത്. ഇനി ശ്ലോകം 5 പറയുന്നു, ക്ലേശോ അധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താഹിഗത് ദുഃഖം ദേഹവദ്ഭിരവാപ്യതേ. വിവർത്തനം വൈഷ്ണവ. പരമപുരുഷന്റെ അവ്യക്തവും വ്യക്തിശൂന്യവുമായ ഭാവത്തിൽ ആസക്തി ചിത്തരായവർക്ക് പുരോഗമനത്തിന് പ്രയാസമേറും.
കണ്ടോ? അവ്യക്തവും വ്യക്തിശൂന്യമായ ഭാവം. അപ്പൊ അവ്യക്തത്തിൽ പോയാൽ ഇത്തിരി സമയം എടുക്കും. അതാണ് പറയുന്നത് ഭഗവാൻ. ശരീരികൾക്ക് ഈ വഴിക്കുള്ള മുന്നേറ്റം സദാ ദുഷ്കരമാണ്. അപ്പോ ആ വഴി ഇത്തിരി എളുപ്പമാർഗമല്ല. അതാണ് കുറച്ച് പണിയുണ്ട്. അതിനെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. ഭാവാർത്ഥത്തിൽ നോക്കാം. ശ്ലോകപ്രഭാതത്തിൽ പറയുന്നുണ്ട്, ഭഗവാന്റെ അവ്യക്തവും അചിന്ത്യവും അവ്യക്തിഗതവുമായ ഭാവത്തെ ലക്ഷ്യമാക്കി മുന്നേറാൻ ശ്രമിക്കുന്നവരെ ജ്ഞാനയോഗികൾ എന്ന് പറയും. എന്നാൽ തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവരെ എന്ത് പറയുന്നു? അവരെ ഭക്തിയോഗി എന്ന് പറയുന്നു. അപ്പോ ഒരു ഭക്തിയോഗി കൃഷ്ണ വിഗ്രഹത്തെ ആരാധ്യമായിട്ട് കരുതുന്നു. അപ്പൊ നമ്മൾ അതിനെ വെറുതെ ഒരു പ്രതിമാ പൂജ പോലെയൊന്നുമല്ല നമ്മൾ കരുതുന്നത്. ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷന്റെ രൂപത്തിൽ ക്ഷേത്രത്തിൽ നമ്മൾ ആരാധിക്കുന്നത് അതൊരു പ്രതിമാ പൂജയൊന്നുമല്ല, അത് സഗുണ ആരാധനയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഭഗവാൻ ഭൗതികങ്ങളായ ഗുണങ്ങളാൽ പ്രതിനിധീകരിക്കപ്പെടുകയാണ്. അപ്പൊ അതൊരു കല്ലോ മരമോ അല്ലെങ്കിൽ ചായം പെയിന്റൊക്കെ അടിച്ചിട്ടുള്ള ഭൗതിക വസ്തുക്കളാൽ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ആ ഭഗവത് രൂപമെങ്കിലും അത് വാസ്തവത്തില് ഭൗതിക രൂപമല്ല, അത് പരമപുരുഷന്റെ നിരപേക്ഷ ഭാവമാണ്. അപ്പൊ അതിന് അതിൻ്റെതായ ശക്തിയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ ഒരു ഭക്തൻ അപ്പൊ ആരാധിക്കുമ്പോൾ ഭക്തന്റെ തൊട്ടടുത്ത് ഭഗവാന് വിഗ്രഹ രൂപത്തിൽ കിട്ടുന്നു. അതാണ് അർച്ച വിഗ്രഹം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം അതിന് നല്ലൊരു ഉദാഹരണം പറയുന്നതാണ് തപാൽ പെട്ടിയുടെ ഉദാഹരണം പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു കത്ത് ഒരു സ്ഥലത്തേക്ക് അയക്കണമെങ്കിൽ നമ്മൾ കത്ത് എഴുതിയിട്ട് ആധികാരികമായ പോസ്റ്റ് ഓഫീസിൽ അല്ലെ പോസ്റ്റ് ബോക്സിൽ കൊണ്ടിടും, അല്ലെ തപാൽ പെട്ടിയിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആ അഡ്രസ്സിൽ അത് കൃത്യമായിട്ട് എത്തും. സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് കഴിഞ്ഞാൽ. സ്റ്റാമ്പ് ഒട്ടിച്ചില്ലെങ്കിലും കിട്ടും, അത് കിട്ടുന്ന ആള് പൈസ കൊടുക്കേണ്ടി വരും. അപ്പോ അതാണ് ആധികാരികതയുള്ള പോസ്റ്റ് ബോക്സിന്റെ ഗുണം, അല്ലെ? അതുപോലെ തന്നെയാണ് അർച്ച വിഗ്രഹങ്ങൾ ഭഗവാന്റെ. അപ്പൊ അർച്ച വിഗ്രഹങ്ങള് ഇപ്പൊ നമ്മൾ വിചാരിക്കും പോസ്റ്റ് ബോക്സ് പോലത്തെ ചുമന്ന പെയിന്റ് അടിച്ചിട്ട് അതുപോലെ ഒരു പിൻകോഡൊക്കെ എഴുതി ഒരു പെട്ടി നമ്മൾ നമ്മുടെ ജംഗ്ഷനിൽ കൊണ്ടുവച്ചു. ആൾക്കാർ കത്തുകൊണ്ട് ചിലപ്പോൾ ഇട്ടെന്ന് വരാറിയാതെ അതുപോലെ ഇരിക്കുകയാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ്. പക്ഷെ അത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വച്ചതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ കത്തെല്ലാം പോയി, അല്ലെ? ആ കത്തെല്ലാം എവിടെയെങ്കിലും ആരെങ്കിലും എടുത്തുണ്ടു പൂട്ട് തുറന്നു. കാരണം അത് ആധികാരികമല്ല. അതുപോലെ തന്നെയാണ് അർച്ചവിഗ്രഹങ്ങൾ. അപ്പൊ അർച്ചവിഗ്രഹങ്ങള് ഭഗവാന്റെ യഥാർത്ഥത്തിലുള്ള പൂജാതി കർമ്മങ്ങളോടെ നടക്കുന്ന അർച്ചവിഗ്രഹങ്ങളിൽ നമ്മൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന എത്തേണ്ടടുത്ത് തന്നെ എത്തും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതൊരു അംഗീകൃതമായ പ്രാതിനിധ്യമുള്ള ഒരു വിഗ്രഹ രൂപം, അതാണ് അർച്ചവിഗ്രഹത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ അത് ഭഗവാന്റെ അവതാരം തന്നെയാണത്. അപ്പൊ അതിലൂടെ ഭഗവത് ഭക്തന്റെ സേവനങ്ങൾ ഭഗവാൻ സ്വീകരിക്കും. ഭഗവാൻ അത്രയും ശക്തനാണ്. അപ്പൊ ബദ്ധജീവാത്മാവിന് സൗകര്യപ്പെടുന്ന രീതിയിൽ അർച്ചവിഗ്രഹത്തെ നമ്മുടെ ഈ അവതാരത്തിലൂടെ അദ്ദേഹത്തിന് അടുത്ത് തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിയുന്നത്. അപ്പൊ പരമപുരുഷനെ സമീപിക്കാനായിട്ട് നമുക്കൊരു പ്രയാസവും. അപ്പൊ അർച്ചവിഗ്രഹത്തെ സമീപിക്കുമ്പോൾ ഭഗവാന്റെ അവതാരമാണ്. അപ്പൊ ആ വിഗ്രഹത്തിലൂടെ നമുക്ക് ഭഗവാനെ സമീപിക്കാൻ സാധിക്കും. എന്നാൽ അവ്യക്തിഗത മാർഗത്തിലൂടെ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം രൂപത്തില് ഇഷ്ടപ്പെടുന്നില്ല, ആരാധിക്കാൻ അതിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാല് ബുദ്ധിമുട്ട് നിറഞ്ഞ വഴികളായിരിക്കും. ഉപനിഷത്തുകൾ വായിക്കണം, വൈദിക പ്രമാണങ്ങൾ വായിക്കണം, അതിനുള്ള സംശയം തീർക്കണം, ആ ഭാവങ്ങളെല്ലാം ഗ്രഹിക്കണം, ആ പ്രക്രിയകളെല്ലാം സാക്ഷാത്കരിക്കണം. അപ്പൊ ഒരു സാധാരണ മനുഷ്യന് തീരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. എന്നാൽ ഭക്തനെ സംബന്ധിച്ച് ആത്മീയാചാര്യൻ, പൂജ, പ്രസാദം ഇങ്ങനെയുള്ള മാർഗത്തിലൂടെ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ആത്യന്തിക ലക്ഷ്യമായ ഈ ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ആ 2 ശ്ലോകം ഒരുമിച്ചാണ്. ശ്ലോകം 6 and 7 ഏതു സർവാണി കർമാണി മയി സംന്യസ്യ മത്പരാഃ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസത്തെ. ശ്ലോകം 7 തേഷാമഹം സമുദ്ധർത്ത. വളരെ പ്രധാന ശ്ലോകമാണ്. തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് ഭവാമി ന ചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം. ഇവിടെ ഭഗവാൻ പറയാണ്, ഹേ പാർത്ഥ, വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്, ജയ ശ്രീല പ്രഭുപാദ്. ഹേ പാർത്ഥ, എന്നാൽ എന്നെ എല്ലായ്പ്പോഴും ധ്യാനിച്ചുകൊണ്ട് സർവകർമ്മങ്ങളെയും എനിക്കായി അർപ്പിച്ച് എന്നിൽ മനസ്സ് അചഞ്ചലമായി ഉന്നിക്കൊണ്ട് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടു പോരുന്നവരെ ഞാൻ വേഗത്തിൽ ജനന മരണങ്ങളുടെ സമുദ്രത്തിൽ നിന്ന് കരകയറ്റും എന്ന് പറയാം. കണ്ടോ? അപ്പൊ ഭഗവാനിൽ മാത്രം നമ്മൾ മനസ്സർപ്പിച്ച് അചഞ്ചലമായ ഭക്തിയിലൂടെ നമ്മൾ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടു ഭഗവാൻ നമ്മളെ ഈ ഭൗതികമായ ജനന മരണങ്ങളുടെ ലോകത്തിൽ ആ സമുദ്രത്തിൽ നിന്ന് കൈപിടിച്ച് കരകയറ്റും എന്ന് പറയുന്നത്. ഈ ശ്ലോകമാണ് നമ്മളുടെ 13 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളുടെ ഒരു ഡ്രൈവർ ശ്ലോകം എന്ന് പറയാം. എങ്ങനെ കരകയറ്റും എന്നുള്ളതാണ് ആ ജ്ഞാനം ഭഗവാൻ പറഞ്ഞു തരുന്നതാണ്
13 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ കാണും. അപ്പൊ ഇവിടെ നമ്മള് ഏത് രീതിയിലുള്ള പ്രവർത്തനം, ശുദ്ധമായ ഭക്തിയുത സേവനം നടത്തുന്ന ഒരാൾ, അതായത് ഏത് രീതിയിലുള്ള പ്രവർത്തനം കൃഷ്ണന് വേണ്ടി മാത്രം ചെയ്യുക, മറ്റെല്ലാം ത്യജിക്കുക, അങ്ങനെ ഒരാൾ, അത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉരുവിട്ടുകൊണ്ട് എല്ലാം ചെയ്യുക. ഓം തത്സത് വരാൻ പോകുന്നേ ഉള്ളൂ, 17ാമത്തെ അധ്യായത്തിൽ. അതെല്ലാം എപ്പോഴും ഉരുവിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ജീവിക്കുന്ന ശുദ്ധഭക്തന്മാരെ ഭഗവാൻ സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റും എന്ന് പറയാണ്. അത് എങ്ങനെ പ്രഭാതത്തിൽ ചില ഉപമകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ശിശു, ഒരു ചെറിയ കുട്ടി അച്ഛനമ്മമാരുടെ സംരക്ഷണത്തിൽ കഴിയുമ്പോൾ ആ കുട്ടിക്ക് യാതൊരു ടെൻഷനും ഇല്ല, അല്ലെ, എല്ലാം അച്ഛനും അമ്മയും നോക്കിക്കോളും. അത് നമ്മൾ മുന്നത്തെ ഇതിൽ തന്നെ നമ്മൾ ഇത് കണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ 6ാം അധ്യായത്തിൽ വായിച്ച പോലെ അഷ്ടാംഗ യോഗയോ അല്ലെങ്കിൽ ഷഡ്ചക്ര യോഗയോ ഒന്നും കഷ്ടപ്പെട്ട് നമ്മൾ പരിശീലിക്കേണ്ടതില്ല. ഇപ്പൊ സമുദ്രത്തിൽ വീണുപോയ ഒരാൾക്ക് നീന്തൽക്കാരനായാൽ പോലും അയാൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ കൈപിടിച്ച് കയറ്റേണ്ടി വരും. അതാണ് പ്രഭാതര് ഭാവാർത്ഥത്തിൽ പറയുന്നത്. അപ്പൊ അതുപോലെ ഭഗവാൻ പുറത്തു നിന്ന് വന്നിട്ട്, അല്ലെ, ഇപ്പൊ ഒരാൾക്ക് നല്ല നീന്തൽ അറിയാൻ സമുദ്രത്തിൽ വീണുപോയി, പക്ഷെ എത്ര നീന്തിയിട്ടും അയാൾക്ക് നീന്തൽ അറിഞ്ഞുകൊണ്ടായില്ല. ഒരാള് പുറത്തുനിന്ന് വന്ന് രക്ഷിക്കേണ്ടി വരും. കാരണം സമുദ്രമാണ്, എവിടെ നോക്കിയാലും കര കാണാനില്ല. അപ്പൊ ഭഗവാൻ അവിടെ ഒരാൾ വന്ന് എങ്ങനെ രക്ഷിക്കുന്നു, അതുപോലെയാണ് ഭഗവാൻ നമ്മളെ ഈ സംസാര സാഗരത്തിൽ നിന്ന് പൊക്കിയെടുക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ പലവിധം ഫലോദിഷ്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, മാനസിക ഊഹാപോഹം നടത്തി ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഇത്തരം കഷ്ടപ്പെട്ട യോഗ പ്രക്രിയയൊക്കെ നടത്തി നോക്കുക, യജ്ഞദാനാദി കർമ്മങ്ങളൊക്കെ ശ്രമിച്ചു നോക്കുക. ഇവയിൽ നിന്നുള്ള ഗുണങ്ങളെല്ലാം തന്നെ നമുക്ക് എന്ത് കിട്ടും? ഭഗവത് ഭക്തി. അതാണ് ഭക്തിയോഗയുടെ ഗുണം. ഭഗവത് ഭക്തിയിലൂടെ നമുക്ക് ലഭിക്കും. അതാണ് ഭഗവാൻ 18:66 തന്നെ പറയുന്നത്, സർവധർമാൻ പരിത്യജ. വരാൻ പോണേ ഉള്ളൂ, അടുത്ത 18 പറഞ്ഞു, മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചക. അതായത് മറ്റെല്ലാ ആത്മസാക്ഷാത്കാരത്തിന്റെ മറ്റെല്ലാ പ്രക്രിയകളും നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് എന്നെ ശരണം പ്രാപിക്കുക. വളരെ സിമ്പിൾ ആയിട്ടാണ്, അല്ലെ, ഭഗവാൻ പറയുന്നത്. ഭക്തിയുത സേവനം ചെയ്യുക. അപ്പോ എന്ത് പാപങ്ങള് തെറ്റുകളൊക്കെ ചെയ്തു പോയിട്ടുണ്ടോ അതെല്ലാം ഭഗവാൻ നോക്കിക്കോളും. നമ്മളൊന്നും അറിയണ്ട. ഇതാണ് ജീവിതത്തിന്റെ പരിപൂർണത എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് 7 വരെയുള്ള ആ ഫസ്റ്റ് സെറ്റ് പറഞ്ഞത്. ഇനി 8 മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ഭക്തിയുടെ വളർച്ചയുടെ പടികളാണ്. 8 to 12 വരെയുള്ള ശ്ലോകം. 8ാമത്തെ ശ്ലോകം നോക്കാം. മയ്യേവ മന ആധൽസ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയഃ. വിവർത്തനം ബൈ ശ്രീ പരമദിവ്യോത്തമ പുരുഷനായ എന്നിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിയെ വ്യാപരിപ്പിക്കുക, അപ്രകാരം നീ എല്ലായ്പ്പോഴും എന്നിൽ തന്നെ വാഴും, സംശയമില്ല. അപ്പൊ ഭഗവാൻ പറയാണ്, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് ജീവിക്കുമ്പോൾ കൃഷ്ണനും അവിടെ നിന്റെ അന്തരംഗ ശക്തിയും ആ ജപിക്കുന്ന ആളുടെ നാവില് നൃത്തം ചെയ്യുകയാണ്. അപ്പൊ ഭക്തർ നിവേദ്യം അർപ്പിക്കുമ്പോഴോ ഭഗവാൻ അത് ആസ്വദിച്ച് അത് സ്വീകരിക്കുന്നു. അത് പ്രസാദമായി സ്വീകരിക്കുമ്പോൾ ഭക്തൻ കൃഷ്ണവൽക്കരിക്കപ്പെടുന്നു. അതാണ് പ്രഭാത് പറയുന്നത്, കൃഷ്ണവൽക്കരിക്കപ്പെടുന്നു എന്നാണ് പ്രഭാത് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മൾക്ക് ഭക്തിയുത സേവനത്തിൽ നമ്മൾ ജപിച്ച് പ്രസാദം നിവേദിച്ച് ഭോജനം നിവേദിച്ച് പ്രസാദം ഭക്ഷിച്ച് നമ്മൾ പോകുമ്പോൾ നമുക്കിതാണ് സംഭവിക്കുന്നത്. നമ്മൾ ആ കൃഷ്ണനിൽ തന്നെ നമ്മൾ ആ ഒരു ഭക്തിയിൽ മുഴുകാനും കൃഷ്ണാബോധത്തിൽ മുന്നോട്ട് നീങ്ങാനും നമുക്ക് സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു 8 മുതൽ 12 വരെയുള്ള ഇതിനകത്ത് ഏറ്റവും ഉയർന്നതിൽ നിന്ന് താഴേക്കുള്ള ഭക്തിയുത സേവനത്തിന്റെ പല പല പടികളാണ് ഇനി ഭഗവാൻ വിശദീകരിക്കുന്നത്. അപ്പോ ഇവിടെ തന്നിൽ തന്നെ മനസ്സിനെ കേന്ദ്രീകരിക്കാനാണ് ഭഗവാൻ ആദ്യം ഉപദേശിക്കുന്നത്, അല്ലെ. ഇനി അത് സാധിക്കുന്നില്ലെങ്കിൽ ഓരോ ഭക്തിയോഗത്തിന്റെ നിയമാവലികൾ അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് എങ്ങനെ ഇതിലേക്ക് വരാം, ഈ ഭക്തിയിൽ നിലനിൽക്കാം എന്നുള്ളത് ആണ് ഭഗവാൻ ഈ പറയുന്നത്. നമുക്ക് ഓരോന്ന് നോക്കാം. ഇപ്പോ 9ാമത്തെ ശ്ലോകം. അപ്പോ ഇവിടെ 8ാമത്തെ ശ്ലോകം ആലോചിച്ച് 8 to 12 വരെയാണ് ഈ ഓരോ സ്റ്റെപ്പുകൾ പറയുന്നത്, എങ്ങനെ ഭക്തിയുടെ വളർച്ചയുടെ പടികൾ പറയുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഭക്തന് ആ ഓരോരോ പടികളിലേക്ക്. അപ്പൊ ഏറ്റവും ഉന്നതമായത് ആദ്യം പറയുന്നു. 8 പറഞ്ഞു, എന്നിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിയെ വ്യാപരിപ്പിക്കുക. അപ്പൊ നീ എന്നിൽ തന്നെ വാഴും, സംശയമില്ല. ഇനി അത് പറ്റില്ല, ഭഗവാനിൽ എനിക്ക് മനസ്സുറപ്പിക്കാൻ പറ്റുന്നില്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? 9ാമത്തെ ശ്ലോകം പറയുന്നു, അഥാ ചിത്തം സമാധാതും ശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതോ മാമിച്ഛാപ്തും ധനഞ്ജയ. അപ്പൊ ഭഗവാൻ പറയാണ്, ഓക്കെ, പ്രിയപ്പെട്ട അർജുന, ധനത്തെ ജയിച്ചവനെ,
നീ എന്നിൽ മനസ്സുറപ്പിച്ചു നിർത്താൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, 8ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യം കഴിയുന്നില്ലെങ്കിൽ ഭക്തിയോഗത്തിന്റെ നിബന്ധനകൾ അനുഷ്ഠിച്ചുകൊണ്ട് എന്നെ പ്രാപിക്കാനുള്ള ആഗ്രഹം വളർത്തുക. കണ്ടോ, അടുത്ത ഓപ്ഷൻ തരുന്നുണ്ട്. ഇനി അത് പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഭക്തിയോഗത്തിന് 2 വ്യത്യസ്ത പ്രക്രിയകളാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഒന്ന്, പരമദിവ്യോത്തമ കൃഷ്ണൻ ശ്രീകൃഷ്ണനെ ദിവ്യ പ്രേമത്തോടെ യഥാർത്ഥമായി ആസക്തി വളർത്തുക. അത് പറ്റാത്ത ഒരാൾ എന്ത് ചെയ്യും? വിധിപൂർവമായ നിബന്ധനകൾ ആചരിക്കുക. ക്രമേണ കൃഷ്ണനിൽ ആസക്തി വളരും. അത് നമുക്ക് പ്രയോഗിക്കാവുന്ന ഒരു കാര്യം. നമുക്ക് യഥാർത്ഥമായിട്ടില്ല. ഇപ്പൊ ചിലര് പറയും, ഞാൻ കുറെ ജപിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ആ ഒരു ഫോക്കസ് കിട്ടുന്നില്ല, എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഞാൻ കൃഷ്ണപ്രേമമൊക്കെ എനിക്ക് വേണമെന്നുണ്ട്, പക്ഷെ ഞാൻ പലതും ചെയ്തിട്ട് അത് വരുന്നില്ല. അപ്പൊ വരുന്നില്ല, യഥാർത്ഥമായി വരുന്നില്ലെങ്കിൽ ഭഗവാൻ തന്നെ പറഞ്ഞിരുന്നു, വിധിപൂർവമായ നിബന്ധനകൾ ആചരിക്കുക, ക്രമേണ ആസക്തി വളരും. എല്ലാത്തിനുള്ള മാർഗം ഭഗവാൻ തരുന്നുണ്ട്. അപ്പൊ ഭൗതിക ജീവിതത്തിൽ സുഖഭോഗങ്ങളിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് ഇന്ദ്രിയങ്ങൾ നമ്മുടെ എപ്പോഴും അശുദ്ധമാണ്. ഭക്തിയോഗം കൊണ്ട് അവയെ ശുദ്ധീകരിക്കാൻ കഴിയും. അതാണ് പറയുന്നത്. ഇപ്പോ ഭൗതികതയിൽ സേവനം പണത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെ? ഇപ്പൊ ഒരു യജമാനൻ ഒരാളെ വിളിച്ചിട്ട്, ഒരു സേവകനെ വിളിച്ചിട്ട് പണി കൊടുക്കുന്നു, അല്ലെ? ഒരു മുതലാളി ഒരു തൊഴിലാളി വിളിച്ച് പണി കൊടുക്കുന്നു. അപ്പൊ ആ പണി കഴിയുമ്പോൾ അദ്ദേഹത്തിന് പൈസ കൊടുക്കും. അപ്പൊ അവിടെ സേവകൻ എന്താ വിചാരിക്കുന്നത്? ഈ പണി ഞാൻ ചെയ്യുന്നത് ആ പൈസയൊക്കെയാണ്, ആ പൈസ എനിക്ക് കിട്ടും. യജമാനൻ എന്ത് വിചാരിക്കുന്നു? അവൻ പണി ചെയ്തു, ഞാൻ പൈസ കൊടുക്കും. അവിടെ ഒരു സ്നേഹം അവിടെ വരുന്നില്ല, അല്ലെ? ശരിക്കും അതൊരു ബിസിനസ്സാണ് നടക്കുന്നത്. അപ്പോ ഈ ഭഗവത് പ്രേമം പക്ഷെ ഈ 2 വ്യക്തികളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഓരോ മനുഷ്യ ഹൃദയത്തിൽ ഭഗവത്ഗീത ഉറങ്ങിക്കിടക്കുന്നുണ്ട്. പക്ഷെ ഭൗതിക മാലിന്യം പൂണ്ട് കിടക്കുകയാണ്. അപ്പൊ ഈ മാലിന്യം നമ്മൾ മാറ്റിയിട്ട് മനസ്സിനെ ശുദ്ധീകരിക്കുക. അപ്പൊ എന്ത് പറ്റും? ഉറങ്ങിക്കിടക്കുന്ന ഈ ഭഗവത് പ്രേമം ഉണർന്നു വരും. അതാണ് ഈ പ്രക്രിയ പറയുന്നത്. ഈ ഭക്തിയോഗം അല്ലെങ്കിൽ നമ്മൾ വിധിപൂർവമായ നിബന്ധനകളിലൂടെ നമുക്കിതിനെ കൊണ്ടുവരാം എന്ന് പറയുന്നു. ഇപ്പോ ഒരു ഉദാഹരണം അടുത്തതിൽ പറയാം. 9ാമത്തെ ശ്ലോകം. അപ്പൊ ഇതിന് നമുക്ക് നിപുണനായ ആധ്യാത്മിക ആചാര്യന്റെ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുക നമ്മൾ ചെയ്യേണ്ട രീതികളാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ട. ഒരു നിപുണനായ ആധ്യാത്മിക ആചാര്യൻ, ശ്രീല പ്രഭുപാദിനെ പോലുള്ള ഒരു ആചാര്യൻ, അദ്ദേഹത്തിന്റെ ഗുരു ശിഷ്യ പരമ്പരയുണ്ട്, ശിഷ്യ പരമ്പര. അതില് ഉള്ള ആ ഉപദേശങ്ങള്, അതുപോലെ ഭഗവത്ഗീത ആസിറ്റീസ് പോലെ, യഥാരൂപം പോലെയുള്ള പുസ്തകങ്ങള്, യഥാർത്ഥ ആചാര്യന്റെ പുസ്തകങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക. മഹാമന്ത്ര ജപം ചെയ്യുക, ക്ഷേത്ര ദർശനം ചെയ്യുക, അർച്ചന ചെയ്യുക, നിവേദ്യം പ്രസാദം മാത്രം ഭക്ഷിക്കുക, ശ്രീമദ് ഭഗവത്ഗീത ശ്രവിക്കുക. ഇതെല്ലാം നമ്മളെ ഭഗവത് പ്രേമത്തിലേക്ക്, ആ തലത്തേക്ക് ഉയർത്തും എന്ന് പറയാം. ഇനിയിപ്പോ നമ്മൾ വിചാരിക്കുകയാണ്, അപ്പൊ ഒരാൾ വിചാരിക്കും, അതും എനിക്ക് പറ്റില്ല, ഇതൊന്നും ഈ നിബന്ധന വഴിയൊന്നും പോവാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല, എന്റെ സാഹചര്യം അതിന് അനുവദിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? ശ്ലോകം 10 പറയുന്നു, അഭ്യാസേ അപ്യസമർത്ഥോസി മത്കർമ്മ പരമോ ഭവ മദർത്ഥമപി കർമാണി കുർവൻ സിദ്ധിമവാപ്സ്യസി. വിവർത്തന ശ്രീപ്രഭ. ഭക്തിയോഗത്തിന് വേണ്ടുന്ന നിബന്ധനകൾ അനുഷ്ഠിക്കാൻ നിനക്ക് കഴിവില്ലെങ്കിൽ, കണ്ടോ, ഭക്തിയോഗത്തിന് വേണ്ട നിബന്ധനകൾ അനുഷ്ഠിക്കാനാണ് 9 പറഞ്ഞു. അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശ്രമിക്കൂ. എനിക്കായി പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ നീ പരിപൂർണതയിലെത്തും. അവിടെയും ഭഗവാൻ മാർഗം തരുന്നുണ്ട്. എല്ലാത്തിനും ഭഗവാൻ മാർഗം തരുന്നുണ്ട്. ആധ്യാത്മിക ഗുരുവിന്റെ അത്രയും മേഴ്സിയാണ് ഭഗവാൻ. അല്ല, ഞാൻ ഇത് ചെയ്യണം, ഇത് ചെയ്തില്ലെങ്കിൽ നിനക്ക് രക്ഷയില്ല, നീ നരകത്തിൽ പതിക്കും എന്ന് ഭഗവാൻ പറയുന്നില്ല. എന്നിൽ മനസ്സുറപ്പിക്കൂ. സാധിക്കുന്നില്ലേ? അടുത്ത കാര്യം, നിബന്ധനകൾ അനുസരിച്ച് ഭക്തി ചെയ്യൂ. അതും പറ്റുന്നില്ലേ? ഒരു കാര്യം ചെയ്യൂ, എനിക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യൂ, അത് നിനക്ക് സാധിക്കൂ, അത് നോക്കൂ എന്ന് പറയാം. ഇനി അതും പറ്റിയില്ലെങ്കിലോ ഇനിയും മാർഗം പറയുന്നു. അപ്പൊ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ മേൽനോട്ടത്തിൽ ഭക്തിയോഗത്തിന്റെ നിബന്ധനകൾ അനുഷ്ഠിക്കാൻ പറ്റുന്നില്ല, സാഹചര്യം അനുവദിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യണം? ഭഗവാന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക, അങ്ങനെയും പൂർണ്ണതയിലെത്താം. ഈ പ്രക്രിയയാണ് 11:55 അധ്യായത്തിന്റെ 55 അവസാനത്തെ ശ്ലോകത്തിൽ വിവരിച്ചിട്ടുള്ളത്. അതിനൊരു ഉദാഹരണം പറയാമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഇപ്പൊ ഒരു സമ്പന്നനായ ഒരാൾക്ക് കൃഷ്ണാവബോധം പ്രചരിപ്പിക്കണം. അപ്പോ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് ഒരു ഗുരുവിന്റെ കീഴിൽ ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ല, അതിനുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഇല്ല. ഇപ്പോ കുടുംബപരമായിട്ടോ മതപരമായിട്ടോ എന്തെങ്കിലും സാമൂഹികപരമായിട്ടോ സാധിക്കില്ല. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ഒരു ഓഫീസോ ഒരു സെന്ററോ ക്ഷേത്രമോ ഒക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായം കൊടുക്കാം. അല്ലെങ്കിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള സാമ്പത്തികമായിട്ട് സഹായിക്കാം, പുസ്തക വിതരണത്തിന് സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കാൻ സാധിക്കാം. അല്ലാതെയൊക്കെ എന്തെങ്കിലും ആ രീതിയിൽ സഹായങ്ങൾ കൊടുക്കാം. അതാണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ആ രീതിയിൽ പ്രവർത്തിക്കും. ക്രമേണ ആ രീതിയിൽ അദ്ദേഹം നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഇത് സാധിക്കുന്നുള്ളതാണ് പറയാം. ഇനിയിപ്പോ അപ്പൊ പറയണോ, അയ്യോ അതും എന്നെ കൊണ്ട് സാധിക്കില്ല, എനിക്ക് അതും പറ്റില്ല, അങ്ങനെയുള്ള കാര്യവും പറ്റില്ല. എന്താ? 11 പറയുന്നു, അഥൈദപ്യശക്തോസി കർത്തും മദ്യോഗമാശ്രിതഃ
സർവകർമ്മഫല ത്യാഗം തഥാ കുരു യഥാത്മവാൻ. വിവർത്തനം വൈഷ്ണവ. എന്നെ കുറിച്ചുള്ള ഈ ബോധത്തോടുകൂടി പ്രവർത്തിക്കുവാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, ഇപ്പൊ ഭഗവാനെ ഓർത്തുകൊണ്ടാണല്ലോ ആശുപത്രി അല്ലെങ്കിൽ അല്ല ഓഫീസ് ഉണ്ടാക്കാൻ കൊടുക്കുന്നു, ആശുപത്രി അല്ല, ഇസ്കോൺ സെന്റർ അല്ലെങ്കിൽ ക്ഷേത്രം അല്ലെങ്കിൽ ഒരു ഓക്കെ അതിനുള്ള പ്രവർത്തനത്തിന് വേണ്ട ഒരു ഓഫീസ് കെട്ടിടം, അതൊക്കെ അതിനൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, സർവ്വകർമ്മഫലങ്ങളെയും തേച്ച് ആത്മസ്ഥിതനായി തീരാൻ ശ്രമിക്കുക. അടുത്തൊരു മാർഗം കൊടുക്കുക. അതെന്താന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ അദ്ദേഹത്തിന് പറ്റാത്ത കാരണം എന്തെങ്കിലും സാമൂഹിക കാരണം നേരത്തെ പറഞ്ഞാവാം, അല്ലെങ്കിൽ വീട്ടിലെ കാരണങ്ങൾ കൊണ്ടാവാം, അല്ലെ, മതപരമായ കാരണങ്ങൾ കൊണ്ടൊക്കെ ഇദ്ദേഹത്തിന് ഇത് ചെയ്യാൻ സാധിക്കില്ല. ആ ക്ഷേത്രത്തിന് സംഭാവന കൊടുക്കണമെന്നുണ്ട്, പക്ഷെ അതെനിക്കിപ്പം സാധിക്കാറില്ല, അത് വേറെ പ്രശ്നങ്ങളുണ്ടാവും, കുടുംബ പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ സാമൂഹിക പ്രശ്നങ്ങളുണ്ട്, ഞാൻ കൊടുക്കുന്നില്ല. അപ്പോ എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം, അല്ലെ, പ്രഭാതർ പറയുന്നുണ്ട് ഭാവാർത്ഥത്തിൽ. ചിലപ്പോൾ അങ്ങനെയുള്ള ചില വ്യക്തികൾ ഇതിനകത്ത് ഇന്ന കാര്യത്തിൽ ചെയ്യുന്നത് വീട്ടിലുള്ളവർക്ക് ബന്ധുക്കൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു വിഷമഘട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്യും, സകല ഫലങ്ങളെയും തന്റെ പ്രവൃത്തികളുടെ സകല ഫലങ്ങളെയും ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പൊ അത്തരം പ്രവൃത്തികളും വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് സാമൂഹിക സ്ഥാപനത്തിനും ഒരു ആശുപത്രിക്കും ഒക്കെ ആയിട്ട് ദാനം ചെയ്യണം. അദ്ദേഹം ഒരു കൃഷ്ണാബോധ പ്രസ്ഥാനത്തിൽ ഒരു കെട്ടിടത്തിനല്ല കൊടുക്കുന്നത്, ഒരു ആശുപത്രിക്ക് വേണ്ടിയിട്ട് ഒരു പൊതുജന കാര്യത്തിന് കൊടുക്കുക. അപ്പൊ ഇത് ഒരു പരിശ്രമ ഫലത്യാഗമാണ്. കാരണം അദ്ദേഹം ജോലി ചെയ്ത് ആർജിച്ച സമ്പാദ്യം ഒരു ഭാഗം അദ്ദേഹത്തിന്റെ ആ പരിശ്രമത്തിന്റെ ഫലം അദ്ദേഹം ത്യജിക്കുകയാണ്. അത് സ്വന്തം ഇന്ദ്രിയ സുഖങ്ങൾക്ക് ഉപയോഗിക്കാതെ അദ്ദേഹം അതൊരു ആശുപത്രിക്കോ അല്ലെങ്കിൽ ഒരു പൊതുജന അല്ലെങ്കിൽ ഒരു ഉപകാരമാവുന്ന ഒരു സാമൂഹിക സ്ഥാപനത്തിനോ കൊടുക്കുകയാണ്. അപ്പൊ ഈ പരിശീലനം എന്ത് ചെയ്യും, ക്രമേണ അദ്ദേഹത്തിൽ മനഃശുദ്ധി ഉണ്ടാക്കി കൊടുക്കും ഈ പ്രവർത്തനം. അതിലൂടെ ക്രമേണ അദ്ദേഹത്തിന് കൃഷ്ണാബോധത്തിലേക്ക് കയറാനുള്ള മാർഗം പതുക്കെ വന്നിട്ട് കുറച്ച് സമയം എടുക്കുന്നുള്ളൂ, പക്ഷെ കിട്ടും. അപ്പൊ ആത്മാർത്ഥമായ, പക്ഷെ ഇവിടെ പ്രവർത്തനം ആത്മാർത്ഥമായിരിക്കണം. അല്ലാതെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വരാനായിട്ട് ഞാൻ സംഭാവന കൊടുക്കുന്നത് എല്ലായിടത്തും നോട്ടീസ് അടിച്ച് ഫ്ലക്സ് വെക്കാനുള്ള രീതിയിലല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ആത്മാർത്ഥമായ സാമൂഹിക സേവനം, സാമുദായ സേവനം, സ്വന്തം സമുദായത്തിനെ അങ്ങനെ സേവിക്കാം, രാജ്യസേവനം, രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്യുക, ഇതെല്ലാം ഒരു കാലത്ത് ശുദ്ധഭക്തിയുടെ ഭഗവത് സേവനത്തിലേക്ക് എത്തുന്ന തലത്തിലേക്ക് നമ്മളെ ഉയർത്തും എന്നാണ് പറയുന്നത്. അപ്പൊ അതെല്ലാം മോശമായ പ്രവൃത്തികളല്ല. അപ്പൊ ആദ്യം കൃഷ്ണനെ കുറിച്ചുള്ള അറിവ് ഉണ്ടാവില്ല ഇതൊക്കെ ചെയ്യുമ്പോൾ. പക്ഷെ ആദ്യം ചിലപ്പോൾ ആശുപത്രിക്ക് ധ്യാനം ചെയ്തു, ഓക്കെ, എന്റെ പരിശ്രമത്തിന്റെ ഒരു ഫലം അതിനു വേണ്ടി കൊടുത്തു എന്നുള്ള തോന്നലുണ്ടാവും. പക്ഷെ ക്രമേണ ചെയ്തു കഴിയുമ്പോൾ, മനഃശുദ്ധി വന്നു കഴിയുമ്പോൾ പതുക്കെ കൃഷ്ണാബോധത്തിന്റെ മാർഗം കിട്ടും. ആ ഒരു ഫലമായിട്ട് ഈ ത്യാഗം അത് പതുക്കെ അറിവ് നൽകാൻ തുടങ്ങുകയും ചെയ്യും. അപ്പൊ ഇതാണ് ആ 11 പറയുന്നത്. ഇനി പറയാണ്, അയ്യോ അതും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു ഭഗവാൻ, അപ്പോഴും ഉപേക്ഷിക്കുന്നില്ല. ഭഗവാൻ പറയുന്നു, 12 പറയുന്നു, ശ്രേയോ ഹി ജ്ഞാനാധ്യാനം വിശിഷ്യത്തെ ധ്യാനാത് കർമ്മഫല ത്യാഗാച്ഛാന്തിരൻ അനന്തരം. വിവർത്തനം പ്രഭ. നിനക്കിത് പരിശീലിക്കാൻ സാധ്യമല്ലെങ്കിൽ, ഇപ്പൊ പറഞ്ഞതും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ജ്ഞാനാർജന മാർഗത്തിന് ശ്രമിക്കുക, ജ്ഞാനം ആർജിക്കാൻ ശ്രമിക്കുക. ജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠമാണ് ധ്യാനം. ആ ധ്യാനത്തെക്കാൾ വിശിഷ്ടമത്തെ കർമ്മഫലങ്ങളെ ത്യജിക്കൽ. എന്തെന്നാൽ ത്യാഗത്താൽ മനഃശാന്തി ലഭിക്കും. മറ്റൊരു മാർഗം പറഞ്ഞു കൊടുക്കുക, വളരെ എളുപ്പം ഒരു മാർഗം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഭക്തിപൂർവകമായ സേവനം 2 നിബന്ധനകൾക്ക് വഴങ്ങിയും 2 തരം നിബന്ധനകളോടും പരമ ദിവ്യോത്ത പുരുഷനിൽ സമ്പൂർണ്ണ പ്രേമാസക്തിയോടെയും ചെയ്യാം. അതായത് ഭക്തിപൂർവമായ സേവനം 2 തരം ആണെന്നാണ് പറയുന്നത്. ഒന്ന് നിബന്ധനകൾക്ക് വഴങ്ങിയതും, ഒന്ന് പരമദിവ്യോത്ത പുരുഷനിലെ സമ്പൂർണ്ണ പ്രേമഭക്തിയോടെയും ചെയ്യാം. അതാണ് നമ്മളിപ്പോ കണ്ടത്. കൃഷ്ണാവബോധത്തിന്റെ നിബന്ധനകൾക്ക് വഴങ്ങാൻ പറ്റാത്തവരെന്ത് ചെയ്യണം, ജ്ഞാനാർജനത്തിൽ ശ്രമിക്കുക. അപ്പൊ ജ്ഞാനം ആർജിക്കുമ്പോൾ അതിലൂടെ ഭഗവത് സ്വരൂപം എന്തെന്ന് മനസ്സിലാവും. അപ്പൊ ക്രമേണ ഈ ജ്ഞാനത്തിലൂടെ കൊണ്ട് അവർക്ക് ധ്യാനത്തിലേക്ക് കടക്കാൻ സാധിക്കും, അതിനുള്ള വഴിയൊരുങ്ങും. അങ്ങനെ ധ്യാനത്തിൽ കുറച്ച് പുരോഗമിക്കുമ്പോൾ പതുക്കെ ഭഗവാനെ മനസ്സിലാക്കിയിട്ട് സാക്ഷാത്കരിക്കാൻ സാധിക്കും. അതാണ് ഒരു വഴി പറയുന്നത്. പിന്നെ ഇങ്ങനെ ധ്യാനിക്കാനും പറ്റിയില്ല എന്നുണ്ടെങ്കിലോ, അതും ആ ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ അതിന്റെയും കുറച്ച് ബ്രേക്ക് ഡൗൺ കൊടുക്കുന്നു. അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ വേദവിധി അനുസരിച്ച് ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രക്ക് പറഞ്ഞിട്ടുള്ള അല്ലെ അവർക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുക. നമുക്ക് പറഞ്ഞിട്ടുള്ള നമ്മുടെ ജോലി ചെയ്യുക. പക്ഷെ എന്ത് ചെയ്യണം, കർമ്മഫലങ്ങൾ ത്യജിച്ച് ചെയ്യുക. അതുപോലെ കർമ്മഫലങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുക. വേറെ ഒന്നും ചെയ്യാൻ സാധിക്കും, നമുക്ക് അതൊന്നും ഉണ്ടാക്കി കൊടുക്കാനോ ആശുപത്രി ഒന്നും പണിയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ കർമ്മഫലങ്ങൾ നമ്മൾ കർമ്മം ചെയ്യുക, ഫലങ്ങൾ ഉപേക്ഷിച്ച് ചെയ്യുക, അത് ത്യജിക്കുക. അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യണം, നല്ലൊരു കാര്യത്തിന്, വേറെ ഏതെങ്കിലും നല്ല കാര്യത്തിന്, എന്തിനെങ്കിലും നല്ല കാര്യത്തിന് ഉപയോഗപ്പെടുത്തുക.
ഞാൻ ആസ്വദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്താം. അല്ല കുട്ടികളെ പഠിപ്പിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. നല്ല അപ്പൊ ചുരുക്കത്തിൽ ഭഗവാനെ പ്രാപിക്കാൻ രണ്ട് പ്രക്രിയകൾ പറയാണ്. ഒന്ന് നേരിട്ടുള്ളതാണ്, പിന്നെ ഒന്ന് ക്രമേണയുള്ള വളർച്ചയിലൂടെ. അപ്പൊ നേരിട്ടുള്ള പ്രക്രിയയാണ് കൃഷ്ണാവബോധത്തോടെയുള്ള ഭക്തി ഇത് സേവനം എന്ന് പറഞ്ഞിട്ടുള്ളതും. ക്രമേണയുള്ള വളർച്ചയുള്ളതാണ് കർമ്മഫലത്യാഗം, ജ്ഞാനത്തിലും അത് ജ്ഞാനത്തിലേക്കും ധ്യാനത്തിലേക്കും പരമാത്മാ ജ്ഞാനത്തിലേക്കും പിന്നെ ഒടുവിൽ ഭഗവത് സാക്ഷാത്കാരത്തിലേക്കും നയിക്കും. വളഞ്ഞ വഴിയാണെങ്കിലും അതും നല്ല രീതിയിൽ തന്നെ അവസാനം എത്തിച്ചേരും. അർജുനന് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ഏതാണ്? വളഞ്ഞ വഴിയല്ല, കൃഷ്ണാബോധത്തിലുള്ള ഭക്തി സേവനമാണ്. ഇതാണ് 12ാമത്തെ ശ്ലോകം പറയുന്നത്. ഇനി 13 മുതൽ 20 വരെ എഴുതുന്ന അടുത്ത മൂന്നാമത്തെ ഒരുവനെ, ഒരു ഭക്തനെ കൃഷ്ണന് പ്രിയപ്പെട്ടവനാക്കുന്ന ഗുണങ്ങൾ എന്തെന്നാണ് ഇനി പറയുന്നത്. 13 മുതൽ പറയാണ്. അപ്പോ അത് നമുക്ക് നോക്കാം. 13, 14 ഒരു ഒറ്റ ശ്ലോകമാണ്. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്ര കരുണ ഏവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖ ക്ഷമി. 14 സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢ നിശ്ചയ മയ്യർപ്പിത മനോബുദ്ധി യോ മദ്ഭക്ത സമേ പ്രിയ. വിവർത്തനം ശ്രീലപ്രഭുപാദ്. മാത്സര്യം കൂടാതെ സർവ ജീവസത്തകൾക്കും സുഹൃത്തായി, ഒന്നിലും അവകാശബോധവും മിഥ്യാഹങ്കാരവും ഇല്ലാതെ സുഖദുഃഖങ്ങളിൽ സമനില കൈക്കൊണ്ട് ക്ഷമാശാലിയായും സദാ സംതൃപ്തനായും നിയന്ത്രിത ആത്മാവായും മനസ്സും ബുദ്ധിയും എന്നിൽ ഉറപ്പിച്ച് ദൃഢനിശ്ചയത്തോടെ ഭക്തി സേവനം അനുഷ്ഠിക്കുന്ന എന്റെ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന് ഭഗവാൻ പറയുന്നു. ഇവിടെ ശ്രേഷ്ഠമായ ഭക്തിയുത സേവനം എന്ന വിഷയത്തിൽ ഒരു ഭക്തന്റെ അതീന്ദ്രിയ ഗുണങ്ങളെയാണ് ഭഗവാൻ വിവരിക്കുന്നത്. ആ ഗുണങ്ങളാണ് ഈ പറഞ്ഞത്. മാത്സര്യം പാടില്ല, അല്ല കൃത്യമായിട്ട് പറയുന്നത്. അപ്പൊ ഒരു ശുദ്ധ ഭക്തൻ ഏത് സാഹചര്യത്തിലും അസ്വസ്ഥനാകാൻ പാടില്ല. നമ്മൾ ഓർത്തിരിക്കണം ഈ ഗുണങ്ങള്. ഭക്തനാകാൻ എളുപ്പമാണ് ഈ ഗുണങ്ങൾ ആർജിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ. ആരിലും ഈർഷ്യാലുമല്ല, ഒരാളിലും അദ്ദേഹത്തിന് ഈർഷ്യ വിരോധമൊന്നുമില്ല. ആരോടും, ശത്രുവിനോട് പോലും വൈരമില്ല, ശത്രുതയില്ല, അല്ലെങ്കിൽ എൻവി ഇല്ല. എതിർക്കലല്ല, പൊറുക്കലാണ് വേണ്ടത്. അതാണ് ഉത്തമം എന്നുള്ള രീതിയിൽ ചിന്തിക്കും. നല്ലൊരു കാര്യം ജീവിതത്തിൽ വരുമ്പോൾ അദ്ദേഹം വിചാരിക്കും, നല്ലത് വന്നത് എന്റെ പരിശ്രമം കൊണ്ട് കിട്ടിയതാണ്. അങ്ങനെ ചിന്തിക്കില്ല. എന്ത് വിചാരിക്കും? ഇത് ഞാൻ അർഹനൊന്നുമല്ല, ഭഗവാൻ അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് തന്നിരിക്കുന്നു, അങ്ങനെ ചിന്തിക്കുള്ളൂ. അതുപോലെ തന്നെ ഒരു മോശം കാര്യം, ഒരു ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു, അപ്പൊ തന്നെ ഉണ്ടാവും ഞാൻ ഭഗവാനെ എന്തോരം ഇതൊക്കെ ചെയ്തു, ഇതാണോ എന്നിട്ട് എനിക്കും കിട്ടണേ, അങ്ങനെയൊന്നും ചിന്തിക്കാതെ വിചാരിക്കും എനിക്കിതിലും വലുതെന്തോ വരാനിരുന്നതാണ്, ഭഗവാൻ അത് ഇങ്ങനെയാക്കി തന്ന ഒരു ദുരിതമാണ്, പക്ഷെ അത് ഭഗവാന്റെ ഇച്ഛ. ആ രീതിയിൽ വിനീതമായിട്ട് ചിന്തിക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നതാണ്. അതാണ് ഈ ശ്ലോകം ഇതിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ശ്ലോകം 15. വീണ്ടും ഗുണങ്ങൾ തുടരുകയാണ്. ഒരു ഭക്തന് വേണ്ട ഗുണങ്ങൾ ഭഗവാൻ തുടരുകയാണ് അടുത്ത 2 ശ്ലോകങ്ങള്. യസ്മാൻ നോദ്വിജതേ ലോകാനോദ്വിജതേ ചയഃ ഹർഷാമർഷഭയോദ്വേഗൈർ മുക്തോയ സച മേ പ്രിയഃ. വിവർത്തനം ശ്രീലപ്രഭുപാദ്. ആരാലാണോ ആർക്കും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തത്, ആരാണോ ഏതൊരുവനാലും അസ്വസ്ഥനായി തീരാത്തത്, സുഖദുഃഖങ്ങളിലും ഭയോത്കണ്ഠകളിലും സമചിത്തനായിരിക്കുന്നവനാണ് ആരാണോ, അങ്ങനെയുള്ള എന്റെ ഭക്തൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഓരോ പ്രിയപ്പെട്ടവരുടെ എന്തൊക്കെ അവർക്ക് ഗുണങ്ങളുണ്ട്, ആ ഗുണങ്ങൾ ഉണ്ടാവണം എന്ന് ഭഗവാൻ വ്യക്തമായിട്ട് പറയാണ്. അപ്പോ ഇതിൽ വ്യക്തമാണ് അല്ലെ, ആർക്കും ബുദ്ധിമുട്ടുള്ളൊന്നുമില്ല. ഒരു വ്യക്തി, അദ്ദേഹം ഭഗവാൻ ഭക്തനാണ്, ആ വ്യക്തിയെ കൊണ്ട് ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. മാനസികമായിട്ട്, ശാരീരികമായിട്ട് മനസ്സാ വാചാ കർമ്മണ ആ വ്യക്തി ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാക്കില്ല. അതുപോലെ തന്നെ ഒരാളും അയാളെ കൊണ്ട് അസ്വസ്ഥനാകില്ല. പിന്നെ ഏത് സുഖം ദുഃഖം വന്നാലും നേരത്തെ സമചിത്തതയോടെ ഇരിക്കും, സ്ഥിതപ്രജ്ഞൻ. നമ്മൾ 2ാമത്തെ അധ്യായത്തിൽ പഠിച്ചത് സ്ഥിതപ്രജ്ഞനായിട്ടിരിക്കും. അങ്ങനെയുള്ള ആള് എനിക്ക് പ്രിയപ്പെട്ടതാണ് ആ ഭക്തൻ. ഇനി വീണ്ടും കുറച്ചും കൂടി ഭക്തന്റെ ഗുണങ്ങൾ പറയാണ്. ശ്ലോകം 16. അനപേക്ഷ ശുചിർ ദക്ഷ ഉദാസീനോ ഗതവ്യഥഃ സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്ത സമേ പ്രിയഃ. വിവർത്തനം ശ്രീലപ്രഭുപാദ്. സാധാരണ കർമ്മക്രമങ്ങളെ ഒന്നിനെയും ആശ്രയിക്കാത്തവനും വിശുദ്ധനും നിപുണനും ഉത്കണ്ഠ വ്യഥ എന്നിവയില്ലാത്തവനും ഫലം ഉദ്ദേശിച്ച് പ്രവർത്തിക്കാത്തവനുമായ എന്റെ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. വീണ്ടും കുറച്ച് ഗുണവും കൂടി
അവിടെ പറയുന്നുണ്ട്. ഇപ്പൊ ഒരു ഭക്തനെ ഇപ്പൊ ഒരാള് കുറച്ച് പണം കൊണ്ട് കൊടുക്കാന്ന് വിചാരിക്കുക, ആ ഭക്തൻ അത് സ്വീകരിക്കുക, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ പണത്തിന് വേണ്ടി ആ ഭക്തൻ ഓടി നടക്കരുത്. മനസ്സിലായില്ലേ? അത് ആ പണത്തിനോടുള്ള ആഗ്രഹം, എനിക്ക് ആ പണം കിട്ടും, അങ്ങനെ നടക്കും. ഒരാള് അറിഞ്ഞു കൊടുത്തു, അത് വാങ്ങാം, തെറ്റില്ല, അത് ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. പക്ഷെ ഭക്തൻ പണത്തിന് വേണ്ടി യത്നിച്ച് നടക്കേണ്ട ഒരു അവസ്ഥ വരരുത്. ഭക്തിയുത സേവനത്തിന്റെ പ്രമാണങ്ങൾക്കെതിരായ അല്ലെങ്കിൽ പുരോഗതിക്ക് ഉതകാത്ത ഒരു പ്രവൃത്തിയും ഭക്തൻ ചെയ്യാൻ പാടില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 17ാമത്തെ ശ്ലോകം നോക്കാം. യോ ന ഹൃഷ്യതി ന ദേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാന്യ സമേ പ്രിയ. വീണ്ടും പ്രിയപ്പെട്ടവനാണ്. ആരാണ്? വിവർത്തനം പ്രഭാത്. സന്തോഷിക്കുകയോ ദ്വേഷിക്കുകയോ ദുഃഖിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാത്തവനും ശുഭങ്ങളെയും അശുഭങ്ങളെയും ത്യജിച്ചവനുമായ ഭക്തൻ എനിക്ക് അത്യന്തം പ്രിയങ്കരനാണ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ശുദ്ധ ഭക്തന് ഭൗതിക ലാഭനഷ്ടങ്ങളിൽ സന്തോഷമോ സങ്കടമോ ഒന്നും തോന്നില്ല എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാം സ്ഥിതപ്രജ്ഞനാണ്, സമചിത്തതയോടെ കാണും. വല്ലാണ്ട് സന്തോഷിക്കില്ല, വല്ലാണ്ട് ദുഃഖിക്കുകയില്ല. എല്ലാം ഒരു മിതമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു ശിഷ്യനെ കിട്ടണം, എനിക്കൊരു മകനെ കിട്ടണം, അങ്ങനെയുള്ള അമിതമായ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ലഭിച്ചില്ലെങ്കിൽ അദ്ദേഹം ദുഃഖിക്കില്ല. പ്രിയപ്പെട്ടത് എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ ഭയങ്കരമായിട്ട് വിലപിക്കും, അതൊന്നുമില്ല. ഭഗവത് പ്രീതിക്ക് വേണ്ടി ഏത് ആപത്തും അദ്ദേഹം ചുമക്കാൻ തയ്യാറാണ്. തന്റെ ഭക്തിയുത സേവനം നിറവേറ്റുന്നതിൽ യാതൊന്നും തടസ്സമാവില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കും എപ്പോഴും. ഒരു കാര്യവും തടസ്സമില്ല. നമ്മളാണെങ്കിൽ ചിലപ്പോ, നമ്മളല്ല, എന്റെ കാര്യവും ചേർത്താ പറയുന്നത്, ഇപ്പൊ ചെറിയൊരു കാര്യം വരുമ്പോ ഞാൻ ഇന്ന് അതിന് പോവാം, ഇത് കുറച്ച് മാറ്റി വെക്കാം, അങ്ങനെയുള്ള ചിന്തയില്ല. ഭക്തിയുത സേവനത്തിന് തടസ്സപ്പെടുന്ന ഒരു കാര്യവും ആ ഭക്തൻ ചെയ്യില്ല. ആ ഭക്തനെയാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടം എന്ന് പറയും. 18, 19 ശ്ലോകം നോക്കാം. സമാശത്രൗ ച മിത്രേ ച തഥാ മാനാപമാനയോ ശീതോഷ്ണ സുഖ ദുഃഖേഷു സമാസംഗവർജിതഃ. 19 തുല്യ നിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനീകേത സ്ഥിരാമതിർ ഭക്തിമാൻ മേ പ്രിയോ നരഃ. വിവർത്തനം ശ്രീപ്രഭാത്. ശത്രുക്കളിലും മിത്രങ്ങളിലും സമഭാവനയോടെ മാനാപമാനങ്ങൾ, ശീതോഷ്ണങ്ങൾ, സുഖദുഃഖങ്ങൾ, ആദരവും അനാദരവും, യശസ്, ദുഷ്കീർത്തി എന്നീ ദ്വന്ദ്ങ്ങളെ ഒരേ വിധം കൈക്കൊണ്ട് അസത്സംഗത്തിൽ നിന്ന് എല്ലായ്പ്പോഴും മുക്തനും മൗനിയും ജ്ഞാനത്തിൽ ഉറച്ചവനും സദാ സംതൃപ്തനുമായി ഗാർഹിക ബോധം ഉപേക്ഷിച്ച് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭക്തൻ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവനാണെന്ന് ഭഗവാൻ വീണ്ടും പറയാണ്. അപ്പൊ എല്ലാത്തരം സത്സംഗത്തിൽ അല്ലെങ്കിൽ ദുസ്സംഗത്തിൽ നിന്ന് മുക്തനായി നിൽക്കുന്ന ഒരാള്, അതായിരിക്കണം ഭക്തൻ. ചിലപ്പോൾ അദ്ദേഹം സ്തുതികൾ കേൾക്കും, ചിലപ്പോൾ ആക്ഷേപം കേൾക്കും. പക്ഷെ അതൊന്നും കേട്ടാൽ സ്തുതി കേൾക്കുമ്പോൾ വല്ലാണ്ട് സന്തോഷിച്ചു, നീനാണ് എന്റെ ഉത്തമ സുഹൃത്ത് എന്ന് പറയൂ, ഇല്ല. ആക്ഷേപം കേൾക്കുമ്പോൾ പോയിട്ടോ അയാളുടെ തലയിൽ കയറി ദേഷ്യപ്പെടും, അതില്ല. അതെല്ലാം കേൾക്കുമ്പോൾ ഒരേപോലെ നിൽക്കും. ക്ഷമാശീലനായിരിക്കും ആ വ്യക്തി. പിന്നെ മൗനിയായിരിക്കും. മൗനി എന്ന് വെച്ചാൽ വായടച്ച് മിണ്ടാതിരിക്കുക എന്നാണോ? അല്ല. മൗനി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൃഷ്ണനെ കുറിച്ചല്ലാത്ത വിഷയത്തിൽ സംസാരിക്കില്ല, അത്രയേ ഉള്ളൂ. നിരർത്ഥകമായി സംസാരിക്കാതിരിക്കുക, അതാണ് മൗനി എന്നതിനർത്ഥം. കൃഷ്ണനെ കുറിച്ച് പറയുന്നിടത്ത് അദ്ദേഹം വാചാലനായിരിക്കും. പക്ഷെ ഒരു ആൾക്കൂട്ടത്തിൽ ചെന്ന് അവിടെ കൃഷ്ണനെ കുറിച്ചുള്ള സംഭാഷണം ഇല്ലെങ്കിൽ അവിടെ അധികം സംസാരിക്കാനുണ്ട്. കാരണം അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്, ഭഗവാനെ കുറിച്ച് അല്ലാത്ത കാര്യങ്ങൾ, ഭൗതികതയിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരു കാര്യമില്ല. അപ്പൊ അതുപോലെ അദ്ദേഹം മാറിയിരിക്കും. അതാണ് മൗനി എന്ന് പറയുന്നത്. ഏതവസ്ഥയിലും സന്തുഷ്ടനായിരിക്കും. ഇപ്പൊ സ്വാദേറിയ ഭക്ഷണമായിരിക്കും ചില ദിവസം കിട്ടുന്നത്, ചിലപ്പോൾ കിട്ടുമ്പോൾ ഒന്നും കിട്ടില്ല, അല്ലെങ്കിൽ ഒരു സ്വാദും ഇല്ലാത്തായിരിക്കും, അല്ലെങ്കിൽ പ്രസാദം ഭക്ഷണം ഒന്നും ഇല്ലാത്തൊരു ദിവസം ഉണ്ടാകും. പക്ഷെ ഈ രണ്ടവസ്ഥയിലും ഒരേ മനസ്ഥിതി ആയിരിക്കും. അല്ല, ആദ്യത്തെ സമയം ഭയങ്കര സന്തോഷം, പിന്നെ ഭയങ്കര വിഷമം, അങ്ങനെ ഉണ്ടാവില്ല. ചിലപ്പോൾ ബംഗ്ലാവിൽ ഉറങ്ങാനുള്ള ഒരു അവസരം കിട്ടും, ചിലപ്പോൾ ഒരു മരച്ചോട്ടിലായിരിക്കും കിടക്കേണ്ടി വരുന്നത്. എപ്പോഴും ഒരേ മാനസികാവസ്ഥ സൂക്ഷിക്കാനായിട്ട് ഭക്തന് സാധിക്കും. ഭക്തൻ സദ്ഗുണ സമ്പന്നനാണ്. ഭക്തനല്ലാത്ത ആൾക്ക് ഈ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഭാവാർത്ഥത്തിൽ വ്യക്തമായിട്ട് പ്രഭാതർ പറയുന്നുണ്ട്. അപ്പൊ ഭക്തനാവണമെങ്കിൽ നമ്മൾ ഗുണങ്ങൾ വളർത്തിയെടുക്കണം. ഇനി അതിനെ കരുതി കൂട്ടി നമ്മൾ പ്രവർത്തിക്കണം എന്നില്ല. കൃഷ്ണാവബോധത്തോടുകൂടി ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നത് തന്നെ വിശിഷ്ട ഗുണങ്ങൾ വളർത്താനായിട്ട് നമ്മളെ സ്വാഭാവികമായിട്ട് സഹായിക്കും എന്ന് പറയാം. ശ്ലോകം 20 നോക്കാം. ഏതു ധർമ്മ്യാമൃതമിതം യഥോക്തം പര്യുപാസത്തെ ശ്രദ്ധാനാമത് പരമാ ഭക്ത്യാസ്തേതീവ മേ പ്രിയാഃ. വിവർത്തനം ശ്രീപ്രഭാത്. നാശരഹിതമായ ഈ ഭക്തിയുത സേവന മാർഗം പിന്തുടർന്ന് എന്നെ പരമലക്ഷ്യമാക്കിക്കൊണ്ട് വിശ്വാസത്തോടുകൂടി പൂർണ്ണമായി എന്നിൽ മുഴുകുന്നവർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്.
ഭഗവാൻ പറഞ്ഞു. അപ്പോ വ്യക്തിശൂന്യവാദികളാണോ ഭഗവത് സേവകരാണോ ഉത്തമനെന്നായിരുന്നു അർജുന ഒന്നാമത്തെ ശ്ലോകത്തിൽ ചോദിച്ചത്, അല്ലെ? ഭക്തിപൂർവം ചെയ്യുന്ന ഭഗവത് സേവനമാണ് ആത്മസാക്ഷാത്കാരത്തിന് ഉതകുന്ന പ്രക്രിയകളിൽ വെച്ച് ശ്രേഷ്ഠമെന്നതിന് സംശയമില്ല എന്ന് കൃഷ്ണൻ ഇവിടെ സ്പഷ്ടമാക്കുകയാണ്. അപ്പൊ സജ്ജന സഹവാസത്താൽ ഒരാൾക്ക് ഭക്തിയുത സേവനത്തില് താല്പര്യമുണ്ട്. അപ്പൊ ഭക്തരുടെ കൂടെ, ഭഗവാന്റെ ശുദ്ധ ഭക്തരുടെ കൂടെ സത്സംഗത്തിൽ എപ്പോഴും ഇരിക്കാൻ നോക്കുക. അപ്പൊ അതിന്റെ ഗുണം എന്താണ്? നമ്മളൊരു ആത്മീയ ആചാര്യനെ സമീപിച്ച്, കാരണം അതിലൂടെ നമുക്ക് ഈ ഭക്തരിലൂടെ ഇതെല്ലാം അറിയാൻ സാധിക്കും. ആ ആത്മീയാചാര്യനിൽ നിന്ന് ശ്രവിക്കാനും അതോടൊപ്പം ജപിക്കാനും നമ്മുടെ വിധിക്കപ്പെട്ട നിബന്ധനകൾക്ക് വഴങ്ങി ശ്രദ്ധ, ആസക്തി, ഭക്തി എന്നിവയുടെ ഒക്കെ ചേർന്നുള്ള സേവനത്തിൽ ഏർപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു മാർഗമാണ് ഈ ഒരു അധ്യായത്തില് ഭഗവാൻ ശുപാർശ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പരമപുരുഷനെ പ്രാപിക്കുന്നതിനും ആത്മസാക്ഷാത്കാരത്തിനുമുള്ള ഒരേ ഒരു നിരപേക്ഷമായ മാർഗം ഭക്തിയുത സേവനമാണെന്നതിന് യാതൊരു സംശയമില്ല എന്ന് ഇവിടെ ഭഗവാൻ ഉറപ്പിച്ചു പറയുന്നു. അതിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, ഗീതാ മഹാത്മ്യം മനസ്സിലാക്കുക, ഭഗവത് നാമമഹാത്മ്യം മനസ്സിലാക്കുക, ഹരിനാമ ജപം നിത്യമായിട്ട് നമ്മുടെ ഹാബിറ്റാക്കി മാറ്റുക, നിത്യേന നമ്മളത് ചെയ്യുക, ഭഗവത് ഭക്തരോട് എപ്പോഴും സത്സംഗത്തിൽ ഏർപ്പെടുക, ക്ഷേത്ര ദർശനം നടത്തുക, സങ്കീർത്തനങ്ങൾക്ക് എല്ലാം നമ്മൾ പോകുക. അങ്ങനെ ആ ഭക്തിയുത സേവനത്തിൽ മുഴുകുന്നതോടുകൂടി നമുക്ക് ഭഗവാനെ രൂപത്തിൽ എപ്പോഴും ആരാധിക്കുക, നമുക്ക് ഈ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമുക്ക് ഭക്തിയോഗത്തിൽ മുന്നേറി നമ്മളുടെ മനുഷ്യ ജീവിതം എന്ന പരമലക്ഷ്യം, അതുകൊണ്ട് മനുഷ്യ ജീവിതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന പരമലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു രാജേഷ് പ്രഭു. വളരെ നന്നായിട്ട് ഭക്തിയോഗ നമ്മൾക്ക് സ്റ്റാർട്ടിങ് കുറിച്ച് തന്നതിന്. എന്താ വെച്ചാല് പറയുന്നുണ്ട്, ഭഗവത്ഗീതയിലെ ഏറ്റവും മോസ്റ്റ് കോൺഫിഡൻഷ്യൽ പാർട്ടാണ് ഈ ഭക്തിയോഗ എന്ന് പറയുന്നത്. സോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇന്ന് സംസാരിച്ചതിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട പോയിന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാവുന്നതാണ്. ഹരേ കൃഷ്ണ. ആർക്കും ഒന്നും മനസ്സിലായില്ല അല്ലെങ്കിൽ എല്ലാം മനസ്സിലായി? രണ്ടിലൊന്നും സംഭവിച്ചിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ രാജേഷ് പ്രഭു, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭു, ക്ലാസ് വളരെ നന്നായിരുന്നു. ഒന്നും പറയാനില്ല, അത്ര നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു മാധവി. അതാണ് ഭക്തിയോഗയുടെ പവറാണ്. എന്റെ ഒരു റോളും അതിനകത്തില്ല. പ്രഭുപാദരുടെ പരപ്പെട്ട് നമ്മൾ വിശദീകരിക്കുക മാത്രമേ ചെയ്യുന്നത്. പക്ഷെ അത്രയും പവർഫുൾ ആണ് പ്രഭുപാദൻ പരപ്പെട്ട്. അല്ല, അത് വിശദീകരിക്കുമ്പോഴാണ് നമ്മളൊന്ന് കേട്ട് കഴിയുമ്പോൾ ഭഗവാന്റെ കാരുണ്യം എത്ര ശ്ലോകങ്ങളിൽ പോകുന്നു മനസ്സിലാവും. അത് 20 ശ്ലോകം എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് നോക്കുക. ഇത് മാത്രം പഠിച്ചാൽ നമുക്ക് ഭക്തിയോഗയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. അത്രയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വളരെ സീക്വൻസ് നന്നായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 20 ശ്ലോകം. ഹരേ കൃഷ്ണ. മുഴുവൻ വായിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ 12 അധ്യായം വായിച്ചാലും മതിയോ? എല്ലാ ദിവസവും മൊത്തം വായിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി? എന്താ മാതാജി ചോദിച്ചത്? അല്ല, മുഴുവനായിട്ട് നമുക്ക് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഈ 12 അധ്യായം വായിച്ചാൽ മതിയോ എന്നാ ചോദിച്ചത്. ഇത് അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, എല്ലാം സമയം വായിക്കാന്നുള്ളതാണ്. കിട്ടുന്ന പക്ഷെ അതെ, സമയം കിട്ടുന്ന അനുസരിച്ച്. പക്ഷെ 12 അധ്യായം മാത്രം എടുത്ത് ഇടയ്ക്ക് വായിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്. കാരണം അത് നമ്മൾക്ക് ഒരു ഭക്തിയിൽ പിടിച്ചു നിൽക്കാൻ ഒരു ബലം തീർച്ചയായും തരും. അപ്പോൾ നമ്മൾക്ക് മറ്റൊരെല്ലാം വായിക്കാനും ഉള്ള സാഹചര്യം ഒരുക്കി കിട്ടുന്നുള്ളതാണ് തീർച്ചയായും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. എനിക്കൊരു ചെറിയ അഭിപ്രായം എന്ന് വെച്ചാല്, ഇപ്പൊ മാതാജി ചോദിച്ചത് തന്നെ, ഇപ്പൊ നമുക്ക് ഭഗവത്ഗീത വായിച്ചാൽ മതിയോ, ഒരു ചാപ്റ്റർ വായിച്ചാൽ മതിയോ? നമ്മള്
ഗീതാ മഹാത്മ്യം പറയുന്നത് അത് തന്നെയാണ്. ഒരു നിമിഷമെങ്കിലും അല്ലെങ്കിൽ ഒരു ശ്ലോകമെങ്കിലും നമ്മൾ ഡെയിലി ചൊല്ലുന്നുണ്ടെങ്കിൽ നമ്മുടെ സർവ്വ പാപങ്ങളും നമ്മൾ പാപ വിമുക്തരാവും. അപ്പൊ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഭാഗവതത്തിലൊക്കെ ഭാഗവത മഹാത്മ്യം ഒക്കെ ഉണ്ട്. ഒരു ശ്ലോകം വാ ശ്ലോകപാദം വാ അങ്ങനെ. അപ്പൊ ശ്ലോകത്തിന്റെ ഒരു കാൽഭാഗമോ ശ്ലോകത്തിന്റെ പകുതിയോ അല്ലെങ്കിൽ മുഴുവനായോ. അപ്പൊ ഇത് വായിക്കുമ്പോ ശരിക്കും രാജസൂയ യജ്ഞമൊക്കെ ചെയ്യുന്നതിന് തുല്യമെന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇത്രമാത്രം നന്നായിട്ട് ഭഗവത്ഗീത വായിക്കുക, അല്ലെങ്കിൽ 12ാം ചാപ്റ്റർ മാത്രം മതിയെങ്കിലും അത് വായിക്കുക. നമുക്ക് എന്താണ് സന്തോഷം തരുന്നത്? ഭഗവാന് പ്രീതിപ്പെടുത്തണം. അപ്പൊ നമ്മൾ ഇത് വായിക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സ് ഒന്നുകൂടെ അത് ക്ലിയർ ആവുകയാണ്. എല്ലാ തെറ്റും അല്ലെങ്കിൽ എത്രയോ ജന്മങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് വരുന്ന ഓരോരോ കാര്യകർമ്മങ്ങളുണ്ട്, അതെല്ലാം അങ്ങോട്ട് തേച്ചും മാറ്റും പോവുകയാണ്. അതുകൊണ്ട് എന്ത് ധൈര്യമായിട്ട് ഭഗവത്ഗീതയിലെ ഏത് ശ്ലോകമാണെങ്കിലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇപ്പൊ എനിക്ക് സീനിയർ ഡിവോട്ടീസിൽ നിന്ന് കിട്ടിയ ഒരു ഇതാന്ന് വെച്ചാൽ, ഇപ്പൊ ഇതില് പുതിയതായിട്ട് കേൾക്കുന്ന ആൾക്കാരുടെ അഭിപ്രായം എന്താന്ന് പറയണം. ഇനി നമുക്ക് ഈ മാർച്ച് 30-ാം തീയതി വരെ ഈ സെഷൻ ഉള്ളൂ. അപ്പോ നിങ്ങൾക്ക് എങ്ങനെ അത് സന്തോഷമാണോ, നിങ്ങളത് ആക്സെപ്റ്റഡ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്കത് തൃപ്തി ആവുന്നുണ്ടോ എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യാം. ആ സർക്കിൾ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ തന്നെ മെസ്സേജ് ചെയ്യാം. എങ്ങനെയാ നിങ്ങൾക്ക് തോന്നുന്നത്, ഇതുവരെയുള്ള സെഷൻസ് എങ്ങനെയാക്കണം. കാരണം ഇനി നമുക്ക് വേറെ പല ബുക്കുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോ എങ്ങനെ വേണം അല്ലെങ്കിൽ എങ്ങനെ അത് ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം കൂടെ കേട്ടാൽ നമുക്ക് ഒന്നുകൂടെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇനി ഇതിൽ എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം എന്നും കൂടെ പുതിയ ആൾക്കാർ, ഇതിൽ കേൾക്കുന്ന പുതിയ ആൾക്കാർ ഒന്ന് അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാം. ഒന്നെങ്കിൽ ഈ ക്ലാസ് കഴിയുമ്പോൾ പറയാം, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ആ സർക്കിൾ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ? അല്ലെങ്കിൽ ഇപ്പൊ ഗ്രൂപ്പിൽ ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദീനനാഥ് വിഠൽദാസ് പ്രഭു ഉണ്ട്, അവരുടെ നമ്പർ ആ ഗ്രൂപ്പിലുണ്ട്. അദ്ദേഹത്തിന് പേഴ്സണൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ സ്വാമിജി, പ്രഭുജി. മാതാജി, ഹരേ കൃഷ്ണ. 8ാമത്തെ ശ്ലോകം തൊട്ട് നമ്മുടെ ഈ ഓരോ ഓപ്ഷൻസ് തന്നു എന്ന് പറഞ്ഞില്ലേ ഭഗവാൻ? ഓപ്ഷൻസില് ഓരോ ഒന്ന് കഴിയുമ്പോഴും എക്സ്പ്ലെയിൻ ചെയ്താണല്ലോ പ്രഭുജി പറഞ്ഞത്. അതെ. എക്സ്പ്ലനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു തോന്നലാണ്, അത് ഓരോന്നും വൺ വേർഡ് ആയിട്ട് എഗെയിൻ ഒന്ന് പ്രസന്റ് ചെയ്താൽ കുറച്ചുകൂടി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഫോർ എക്സാമ്പിൾ ഗ്രൂപ്പിലിട്ട് തരാം. 8ാമത്തെ അധ്യായ ഇതില് ശ്ലോകത്തിൽ പറഞ്ഞത് ഗുരുവായൂർ കൃഷ്ണനിൽ മനസ്സുറപ്പിക്കുക. സെക്കൻഡ് 9th വന്ന് ഭക്തിയോഗത്തോടുകൂടി ഇരിക്കാൻ. അതെ, നിബന്ധനകളിലോടുകൂടി. അത് ഓരോ ചിട്ടയായ നിബന്ധന, ആജ്ഞാചാര്യനെ പിന്തുണ ആ ഒരു നിബന്ധനകളിലൂടെ പോകാൻ പറഞ്ഞു. അപ്പൊ ഈ ചിട്ടകളൊക്കെ ഒന്ന് വൺ വേർഡ് ആയിട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രൂപ്പിലിട്ട് തരാം മാതാജി, ചാർട്ടായിട്ട് ഇട്ട്. താങ്ക് യു പ്രഭുജി. പ്രണാമം. നമുക്കപ്പം ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സോ ഇന്ന് നമ്മൾക്ക് ഗീതാ മഹാത്മ്യം പറഞ്ഞു തന്ന ഗൗരപ്രിയ മാതാജിക്കും, അതേപോലെ തന്നെ ഹരിനാമ മഹാത്മ്യം പറഞ്ഞു തന്ന പ്രേമമായ ബ്രജേശ്വർ പ്രഭുവിനും, അതേപോലെ വളരെ നന്നായിട്ട് ഇന്ന് ഭഗവത്ഗീത ക്ലാസ് എടുത്തു തന്ന രാജേഷ് പ്രഭുവിനും, ഇവർക്ക് 3 പേർക്കും ഇസ്കോൺ കൊച്ചി സെന്ററിന്റെ വക താങ്ക് യു പറയുന്നു. നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നരസിംഹ പ്രേയേഴ്സ് ചൊല്ലാം. നമസ്തേ നരസിംഹായ പ്രഹ്ലാദാഹ്ലാദദായിനേ ഹിരണ്യകാശിപോർവക്ഷഃ ശീലടങ്കാനഖാലയേ ഇതോ നരസിംഹ പരതോ നരസിംഹ യതോ യതോ യാമി തതോ നരസിംഹ ബാഹിർ നരസിംഹ ഹൃദയേ നരസിംഹ
നരസിംഹമതിം ശരണം പ്രപദ്യേ തവ കരകമലവരേ നാഖാം അദ്ഭുത ശൃംഗാ ദളിത ഹിരണ്യകശിപോർ തനുമൃംഗാം കേശവധൃത നരഹരിരൂപ जय जगदीश हरे जय जगदीश हरे जय जगदीश हरे जय केशवधृता नरहरिरूपा जय जगदीश हरे जय जगदीश हरे जय जगदीश हरे जय नरसिंहदेव जय नरसिंहदेव नरसिंहदेव जय नरसिंहदेव प्रहलाद महाराज जय प्रहलाद महाराज प्रहलाद महाराज जय प्रहलाद महाराज सर्व भक्त विघ्न विनाशक लक्ष्मीपति नरसिंहदेव भगवान की जय भक्त शिरोमणि प्रहलाद महाराज की जय जगत गुरु श्रीला प्रभुपाद की जय ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് ബുധനാഴ്ച മീറ്റ് ചെയ്യാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി.